ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് സൂക്ഷ്മദർശിനി എന്ന മൂവിയാണ്. അയൽവാസിയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയ നായിക ആ വീട് ഫുൾ ടൈം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ കണ്ടെത്തിയ നിഗൂഢ രഹസ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോകും. മൂവിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പലരും ലൈക്ക് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായികയായ പ്രിയ തന്റെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫേക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കുന്നതാണ്. അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവളാകട്ടെ 4 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് ആ ഒരു സർട്ടിഫിക്കറ്റിൽ വെക്കുന്നത്. അവളുടെ ഫ്രണ്ടിന്റെ സഹായത്തോടു കൂടി ആ സ്ത്രീ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നാണ് അവൾ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഫേക്ക് ആയിട്ട് ഉണ്ടാക്കുന്നത്. ആ സമയത്ത് പുറത്തൊരു ബഹളം കേട്ടിട്ട് അവൾ ചെന്ന് നോക്കുമ്പോൾ അവളുടെ കാറിൽ ഏതോ ഒരു വണ്ടി ഇടിച്ചിട്ട് പോയിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രിയ താമസിക്കുന്ന വീടാണ്. പ്രിയയുടെ ഹസ്ബൻഡിന്റെ പേര് ആന്റണി എന്നാണ്. അവർക്കൊരു ചെറിയ മകൾ കൂടിയുണ്ട്. ആന്റണി തന്റെ ഒരു ക്ലയന്റിനോട് സംസാരിച്ചുകൊണ്ട് ഇൻഡക്ഷൻ കുക്കറിൽ പാല് ചൂടാക്കിയായിരുന്നു. എന്നാൽ പാല് തിളച്ചു തൂവി അതിലെല്ലാം വീണു. പ്രിയ കണ്ടു കഴിഞ്ഞാൽ വഴക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അവൻ അതെല്ലാം തന്നെ ക്ലീൻ ആക്കിയ ശേഷം ആ തുണി പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ച് കഴുകിയും ഇട്ടു. പ്രിയ ആ സമയം ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കൂട്ടത്തിൽ തങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജസ് അവൾ നോക്കുന്നുണ്ട്. ആ ഏരിയയിലുള്ള കുറച്ച് സ്ത്രീകളെല്ലാം ചേർന്നിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പാണത്. സരോജിനി ചേച്ചിയും സ്റ്റെഫിയും സുലുവും അസ്മയൊക്കെ ചേർന്നതായിരുന്നു ആ ഒരു ഗ്രൂപ്പ്. ഇതിൽ സ്റ്റെഫിയും ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്നുണ്ടെന്ന് പറയുന്നു. ആന്റണി പാല് കൊണ്ടുപോയി മകൾക്ക് കൊടുക്കുമ്പോഴാണ് മകള് പറയുന്നത് ഈ പാല് വെള്ളം പോലെ ഇരിക്കുന്നുവെന്ന്, ഒരു ടേസ്റ്റും ഇല്ലാന്ന്. ഇൻഡക്ഷൻ കുക്കറിലാണ് പാല് ചൂടാക്കിയതെന്ന് ആന്റണിയോട് പ്രിയ ചോദിക്കുന്നു. 100 തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇൻഡക്ഷൻ കുക്കറിൽ പാല് ചൂടാക്കരുതെന്ന്, ഗ്യാസിൽ തന്നെ ചൂടാക്കണമെന്ന്. തന്റെ കള്ളത്തരം അവൾ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ആലോചിക്കുകയായിരുന്നു ആന്റണി. അവിടെയെല്ലാം ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കത്തില്ല എന്ന് നീ വിചാരിച്ചോ? നീ ഇങ്ങനെ അത് മനസ്സിലാക്കിയെന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ പാത്രത്തിന്റെ അടിവശവും കൂടി ക്ലീൻ ചെയ്യണമെന്ന്. സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിന്റെ അടിയിൽ ഇങ്ങനെ പാട വരില്ല. ഓരോ കാര്യങ്ങൾ നിരീക്ഷിക്കാനുള്ള പ്രിയയുടെ ആ ഒരു കഴിവിനെ കൂടിയാണ് ഈ ഒരു സീനിലൂടെ കാണിക്കുന്നത്. ആന്റണി ഓഫീസിലേക്ക് പോകാൻ നേരത്ത് അപ്പുറത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന സ്റ്റെഫിയും ഇന്റർവ്യൂവിന് പോകുന്ന കാര്യം പ്രിയയോട് പറയുന്നു. ഒരു സിംഗിൾ മദർ ആയിരുന്നു സ്റ്റെഫി പോയത് കണ്ടതും പ്രിയ പെട്ടെന്ന് പോയി റെഡിയായി ഇന്റർവ്യൂവിന് വേണ്ടി ഇറങ്ങി. എന്നാൽ അവൾ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അതേ ഇന്റർവ്യൂ തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റെഫി അവിടേക്ക് വന്നിരിക്കുന്നതെന്ന്. 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരല്ലേ ഇവിടെ ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നത്. പ്രിയ പറയുന്നുണ്ട് താൻ്റെ ഫേക്ക് സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയെന്ന്. അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് 2 പേരും ഒരുമിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്. ആ സമയത്താണ് അയൽവക്കത്തെ വീട്ടിലേക്ക് താമസക്കാർ വരുന്നത് അവർ കാണുന്നത്. വീട്ടിലെത്തി പ്രിയ തന്റെ ജോലിയിലേക്ക് കടന്നു. ആ സമയത്ത് അയൽ വീട്ടിൽ താമസത്തിനായിട്ട് വന്ന മാനുവലാകട്ടെ ഒരു പൂച്ചയെ കല്ലെടുത്തറിയുന്നത് അവൾ ശ്രദ്ധിച്ചു നോക്കുന്നു. പിറ്റേന്ന് രാവിലെ അവൾ നോക്കുമ്പോൾ അവിടെ അച്ഛനെല്ലാം വന്ന് വെഞ്ചരിക്കുന്നുണ്ടായിരുന്നു. കറിയിലിടാൻ കറിവേപ്പില പിച്ചാൻ വേണ്ടിയിട്ട് ഈ മാനുവൽ താമസിക്കുന്ന വീടിന്റെ ഭാഗത്തേക്കാണ് അവള് പോകുന്നത്. തങ്ങളുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന മാനുവലിന്റെ പറമ്പിൽ നിൽക്കുന്ന കറിവേപ്പിൽ നിന്നായിരുന്നു പ്രിയ സ്ഥിരമായിട്ട് കറിവേപ്പില പറിക്കുന്നത്. അവൾ കറിവേപ്പിലയും പറിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ മാനുവലിന്റെ അമ്മ പുറത്തു നിന്നും ചെരുപ്പൂരിട്ട ശേഷം അകത്തേക്ക് കയറി പോകുന്നത് അവൾ കാണുന്നു. മാനുവല് അയൽവക്കത്തുള്ള കൃഷ്ണൻ എന്ന് പറയുന്ന ആളെ കാണാൻ വരുന്നു. അയാളുടെ ഭാര്യയായിരുന്നു സരോജിനി, ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ പ്രധാന അംഗം. അമ്മച്ചിക്ക് ഒരു ആരോഗ്യ പ്രശ്നം വന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാ ഇങ്ങോട്ട് താമസം മാറിയതെന്നാണ് മാനുവൽ അവരോട് പറയുന്നത്. പിന്നീട് ഈ സരോജിനി ആകട്ടെ അവരുടെ ഗ്രൂപ്പിൽ മാനുവലിന്റെ കുടുംബത്തെ പറ്റിയുള്ള ചർച്ച നടത്തുന്നതാണ് കാണിക്കുന്നത്. ടൗണിലുള്ള ഗ്രേസ് ബേക്കറിയുടെ ഉടമകളാണിവർ. മാനുവലിന്റെ അമ്മയുടെ പേരായിരുന്നു ബേക്കറി കിട്ടുന്നത്. മാനുവലിന്റെ അച്ഛനായിട്ട് തുടങ്ങി വെച്ച സംരംഭമാണ്. ആ സമയത്ത് മാനുവലിന്റെ അമ്മ ഗ്രേസി ഇവിടെ റെയിൽവേയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ബേക്കറി ഹിറ്റ് ആവുകയും ഒരുപാട് ബ്രാഞ്ചുകൾ ഓപ്പൺ ആയതോടും കൂടി ഇവർ ഇവിടെ നിന്നും താമസം മാറി അവരുടെ നാട്ടിലേക്ക് പോയി. മാനുവലിന്റെ അച്ഛൻ മരിച്ച ശേഷം മാനുവലാണ് ഇതെല്ലാം തന്നെ നോക്കി നടത്തുന്നത്. മാനുവൽ നല്ലൊരു പയ്യനാണെന്നും എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു എന്നാണ് സരോജനി പറയുന്നത്. അവന്റെ ചിരിയിൽ തന്നെ ഒരു കുട്ടത്വമുണ്ട്. ആ ഗ്രൂപ്പിലെ സ്റ്റെഫി ആകട്ടെ കൃഷ്ണേട്ടന്റെ വീട്ടിലായിരുന്നു വാടകയ്ക്ക് താമസിച്ചിരുന്നത്. സ്റ്റെഫി സിംഗിൾ മദർ ആണെന്നുള്ള കാര്യമെല്ലാം തന്നെ മാനുവൽ കൃഷ്ണനിൽ നിന്നും അറിയുന്നു. മാനുവലിന്റെ ഒരു ഫാമിലി ഫോട്ടോ കൂടി ഇവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നു. മാനുവലിന് ഒരു സഹോദരി കൂടിയുണ്ട്, ഡയാന എന്നാണ് അവളുടെ പേര്. ന്യൂസിലാൻഡിൽ എവിടെയോ സെറ്റിൽഡ് ആയിരുന്നു ഡയാന. അങ്ങനെ അന്ന് രാത്രി ആന്റണിയും പ്രിയയും കൂടി മാനുവലിനെ അമ്മച്ചിയും കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വരുന്നു. പ്രിയയുടെ ശ്രദ്ധ മുഴുവൻ അമ്മച്ചിയുടെ റൂമിലേക്കായിരുന്നു. ഉറങ്ങിക്കിടന്ന അവരെ എഴുന്നേൽക്കുന്ന കണ്ടിട്ട് പ്രിയ മാനുവലിനോട് പറയുന്നു. അയാൾ പെട്ടെന്ന് പോയി അമ്മച്ചിക്ക് വേണ്ടുന്ന ഗുളിക എടുത്തു കൊടുക്കുന്നു. കണ്ണാടി എടുത്ത് വെക്കുന്നു പറഞ്ഞിട്ട് കണ്ണാടി എടുത്ത് അവരുടെ മുഖത്തേക്ക് വെച്ച ശേഷമാണ് ഗ്ലാസും ഗുളിക എടുത്ത് അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. പ്രിയ ആന്റണിയെ പരിചയപ്പെടുത്തിയെങ്കിലും അവരൊന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊരു പുഞ്ചിരി മാത്രമാണ് പ്രിയയ്ക്ക് കൊടുത്തത്. മാനുവൽ അവർക്ക് ഗുളിക എടുത്തു കൊടുത്ത ശേഷം ലൈറ്റ് ഓഫ് ആക്കി പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ അപ്പോഴും പ്രിയയുടെ ശ്രദ്ധ അമ്മച്ചിയുടെ റൂമിലേക്ക് തന്നെയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ആക്കിയ ശേഷം മുഖത്തിരുന്ന കണ്ണട ഒരു താഴെ വെച്ചിട്ട് വീണ്ടും ലൈറ്റ് ഓഫ് ആക്കി കിടന്നു. പിറ്റേന്ന് രാവിലെ പ്രിയയും അസ്മയും സുലുവും ചേർന്നിട്ട് ഒരു PSC ടെസ്റ്റ് എഴുതാൻ വേണ്ടി പോകുന്നു. അവർ 3 പേരും പ്രിയയുടെ കാറിൽ കയറി പോകുന്നത് കണ്ടതും പെട്ടെന്ന് മാനുവൽ തന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി. ഒരു തുണി വലിച്ചു കീറി കുറെ കമ്പിൽ കെട്ടിയ ശേഷം പറമ്പിലൂടെ നടക്കാൻ ആരംഭിച്ചു. പറമ്പിലെ പല ഭാഗത്തായിട്ട് ആ കമ്പുകൾ നാട്ടി. അയൽവക്കത്തുള്ള ഓരോ വീടിന്റെ നേരെയായിരുന്നു അത്. എന്നിട്ട് ആ വീടുകളിലെല്ലാം തന്നെ പോയി നോക്കുന്നുണ്ട് അവിടെ എവിടെയെങ്കിലും നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താൻ വെച്ച കമ്പും തുണിയും കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. അയൽവക്കത്ത് താമസിക്കുന്ന തോമസ് സിസിലി എന്ന് പറയുന്ന അവരുടെ വീടിന്റെ ടെറസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ കമ്പ് ചെറുതായിട്ട് കാണാമായിരുന്നു. ബാക്കി എവിടെ നിന്ന് നോക്കിയാലും കമ്പ് കാണില്ല. അങ്ങനെ മാനുവല് വീട്ടിൽ വന്ന് വണ്ടി കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ സ്റ്റെഫി പോകുന്നത് കാണുന്നു. അയാൾ വണ്ടിയെടുത്ത് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് ചെല്ലുന്നു. ടൗണിലേക്കാണെങ്കിൽ ഞാൻ അവിടേക്ക് ആക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ സ്റ്റെഫി
സ്റ്റെഫിയെ തന്റെ വണ്ടിയിലേക്ക് കയറ്റി. സ്റ്റെഫിയോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയായിരുന്നു മാനുവൽ. ഞാൻ സ്റ്റെഫിയെ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു, ഇൻഷുറൻസ് കമ്പനിയിലല്ലേ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നു. സ്റ്റെഫിക്ക് ആദ്യം അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം സിംഗിൾ മദർ ആയതുകൊണ്ട് തന്നെ പലരും എന്നെ ഇങ്ങനെ FB-യിലൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നത് പതിവാണ്. എന്നാൽ താൻ അങ്ങനെയൊന്നും നോക്കിയതല്ല എന്നാണ് മാനുവൽ പറയുന്നത്. സിംഗിൾ മദർ ആണെങ്കിലും ഇത്ര സ്ട്രോങ് ആയിട്ട് ജീവിക്കുന്നതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. FB-യിൽ എനിക്ക് സജഷൻ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നോക്കിയത്. എന്നിട്ട് എന്താ റിക്വസ്റ്റഡ് ആണെന്ന് ചോദിച്ചപ്പോൾ ഇനിയിപ്പോൾ ഇടാലോ എന്നാണ് അയാൾ പറയുന്നത്. പതിയെ പതിയെ അവർക്കിടയിൽ ഒരു കണക്ഷൻ വരികയാണ്. പിറ്റേന്ന് പ്രിയ ആകട്ടെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് മാനുവലിന്റെ വീട്ടിലെ ടാങ്ക് നിറഞ്ഞ് വെള്ളം കളയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അമ്മച്ചി പുറത്തേക്ക് ഇറങ്ങി വന്ന് അത് നോക്കുന്നു. വെള്ളം വീഴുന്നത് നിന്നുവെന്ന് അവൾ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. അവരത് ഓഫ് ആക്കിയ ശേഷമാണ് പുറത്തേക്ക് വന്നത് തന്നെ. ഒറ്റയ്ക്കിരുന്ന് ബോറണിയാണെങ്കിൽ നമുക്കെന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാമെന്ന് അവൾ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു. ആ സമയത്ത് മാനുവൽ വണ്ടിയുമായിട്ട് ഗേറ്റ് കടന്ന് വന്നതും അമ്മച്ചി പെട്ടെന്ന് അകത്തേക്ക് പോയി. പ്രിയോട് ഒരു തവണ പോലും അവർ മിണ്ടിയിട്ടില്ല. മാനുവൽ ഉള്ളിലേക്ക് വരുമ്പോൾ അവരാകട്ടെ അവിടെ ഇരുന്ന് TV കാണുകയായിരുന്നു. അയാൾ പോയി ജനലിലൂടെ പുറത്തേക്കെല്ലാം നോക്കുന്നു. അന്ന് രാത്രി മുഴുവൻ മാനുവൽ ആ അയൽവക്കത്ത് താമസിക്കുന്ന എല്ലാവരുടെയും പ്രൊഫൈൽസ് പരിശോധിക്കുകയാണ്. ആന്റണിയുടെയും സുലുവിന്റെ, അസ്മയുടെയും അസ്മയുടെ ഹസ്ബൻഡ് അജ്മലിന്റെ എല്ലാം തന്നെ പ്രൊഫൈലുകൾ അയാൾ പരിശോധിച്ചു. പിറ്റേന്ന് പുറത്തേക്ക് ഇറങ്ങിയ മാനുവൽ കാണുന്നത് പുറത്തുകൂടി ഒരു ഉടുമ്പ് പോകുന്നതാണ്. കുറച്ചു കഴിയുമ്പോൾ പ്രിയ കറിവേപ്പില പറിക്കാൻ വന്നപ്പോൾ ആ കറിവേപ്പ് ആരോ വെട്ടിയിട്ടിരിക്കുന്നതാണ് അവൾ കാണുന്നത്. ആകെ വിഷമിച്ച് തിരിച്ചു പോകാൻ നേരം നമ്മുടെ മാനുവൽ ആ ഉടുമ്പിനെ തല്ലിക്കൊന്ന് എടുത്തുകൊണ്ട് പോകുന്നതോ അവൾ കാണുന്നു. ഇയാൾക്ക് എന്തൊക്കെയാ കാണിക്കുന്നതെന്നായിരുന്നു പ്രിയയുടെ മനസ്സിൽ. അന്ന് രാത്രിയിൽ അയൽവക്കത്തുള്ള എല്ലാ ആണുങ്ങളെയും വിളിച്ചിട്ട് മാനുവൽ ഒരു ട്രീറ്റ് കൊടുക്കുകയാണ്. പോത്തിന്റെ ഇറച്ചിയാണെന്ന് പറഞ്ഞിട്ട് ഇവർക്കെല്ലാം ഈ ഉടുമ്പിന്റെ ഇറച്ചിയായിരുന്നു മാനുവൽ വേവിച്ചു കൊടുത്തത്. അയൽവക്കത്തുള്ള സിസിലിയുടെ ഹസ്ബൻഡ് തോമസും അസ്മയുടെ ഹസ്ബൻഡ് അജ്മലും ആന്റണിയും കൃഷ്ണേട്ടനും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അവർ കാര്യമായിട്ട് ബീഫ് എന്തോ ആണ് അവിടെ വറക്കുന്നതെന്നാണ് സുലു വന്ന് പ്രിയയോട് പറയുന്നത്. ബീഫാണോ അല്ലയോ എന്നൊക്കെ ദൈവത്തിനറിയാമെന്നാണ് പ്രിയ പറയുന്നത്. രാവിലെ ഒരു ഉടുമ്പിനെ തല്ലിക്കൊന്നുകൊണ്ട് പോകുന്നതാ കണ്ടത്. എല്ലാവർക്കും ഉടുമ്പിന്റെ ഇറച്ചി കൊടുത്തിട്ട് തനിക്ക് നോമ്പാണെന്ന് പറഞ്ഞിട്ട് മാനുവൽ മാത്രം അത് കഴിക്കുന്നുണ്ടായിരുന്നില്ല. അവരോട് സംസാരിക്കുന്നിടയിൽ ചൊവ്വാഴ്ച തോമസും സിസിലിയും പള്ളിയിലേക്ക് പോകുന്ന വിവരം മാനുവൽ മനസ്സിലാക്കുന്നു. പിറ്റേന്ന് രാവിലെ മാനുവൽ തന്റെ അങ്കിളായ റോയോട് പറയുന്നുണ്ട്, ഞാൻ എല്ലായിടത്തും കമ്പുവെച്ച് നോക്കി, ഒരു വീട്ടിൽ നിന്ന് പോലും നല്ല പോലെ വിഷനില്ല. ആകെയുള്ളത് സിസിലി ചേച്ചിയുടെ ടെറസിൽ നിന്നാ. അവര് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം പള്ളിയിലേക്ക് പോവുകയും ചെയ്യും. ആ സമയത്ത് എങ്ങും തന്നെ അയൽവക്കത്ത് ആരും ഉണ്ടാകില്ല. പിന്നെ വാടകയ്ക്ക് താമസിക്കുന്ന പ്രിയയുടെ വീട്ടിൽ പ്രിയ മാത്രമേ ഉണ്ടാകൂ. അവിടെ നിന്ന് നോക്കിയാലും ആ പറമ്പ് കാണത്തില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ പ്ലാൻ നമുക്ക് ചൊവ്വാഴ്ച തന്നെ സക്സസ് ആക്കണം. ഇവരെന്തോ വലിയൊരു കാര്യം പ്ലാൻ ചെയ്യുകയാണെന്ന് ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാകും. അതെന്താണെന്ന് നമുക്ക് പോകെ പോകെ മനസ്സിലാക്കിയെടുക്കാം. ഈ പ്ലാനിങ്ങിൽ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാനുവലിന്റെ കസിനായ ഡോക്ടറായ ജോൺ എന്ന വ്യക്തിയും ഉണ്ടായിരുന്നു. അയാൾ തന്റെ ഫോണിൽ കുറച്ച് ആസിഡ്സിനെ കുറിച്ചെല്ലാം തന്നെ റിസർച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ഓഫീസിൽ മീറ്റിംഗ് കൂടുന്നതിനിടെ ആന്റണിയോട് തന്റെ സീനിയർ പറയുന്നുണ്ട്, തനിക്ക് ഇവിടെ നിന്നും സ്ഥലമാറ്റമാണെന്ന്. പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നത് കൂച്ച് ബിഹാറിലേക്കായിരുന്നു. വെസ്റ്റ് ബംഗാളിലുള്ള ഒരു സ്ഥലമാണ്. കുറച്ചു നാളും കൂടി ഇനിയിപ്പോ ആന്റണിക്ക് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റൂ. അതേസമയം പ്രിയയ്ക്ക് അവൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കമ്പനിയിൽ നിന്നും കോള് വരുന്നു. ടെക്നിക്കൽ റൗണ്ട് അവൾ ക്ലിയർ ചെയ്തു. ഇനി മാനേജർ ലെവൽ ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ. അത് കേട്ടതും അവൾ ഒരുപാട് ഹാപ്പിയായി. അവൾ ഗ്രൂപ്പിൽ കയറി നോക്കുമ്പോൾ അതിൽ സ്റ്റെഫിയും മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ടതും പ്രിയ അതിൽ മെസ്സേജ് ഇടുന്നുണ്ട്, താൻ ടെക്നിക്കൽ റൗണ്ട് ഇന്റർവ്യൂ പാസ്സായി. അതിന്റെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി ഞങ്ങളുടെ വരാൻ പോകുന്ന ആനിവേഴ്സറി നമുക്ക് ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് എല്ലാവരും ഇപ്പൊ തന്നെ ക്ഷണിച്ചിരിക്കുന്നു. പ്രിയയുടെ ഈ വോയിസ് മെസ്സേജ് സ്റ്റെഫി കേൾക്കുന്നതാകട്ടെ മാനുവലിന്റെ ബേക്കറിയിലിരുന്നാണ്. മാനുവലും അവളുടെ അടുത്തുണ്ടായിരുന്നു. ആനിവേഴ്സറിക്ക് എല്ലാവരെയും വിളിക്കുമെന്ന് ചോദിക്കുമ്പോൾ സ്റ്റെഫി പറയുന്നുണ്ട്, എന്തായാലും എല്ലാവരെയും വിളിക്കാതിരിക്കില്ല എന്ന്. എനിക്കും കൂടാൻ ആഗ്രഹമുണ്ടെന്നാണ് മാനുവൽ പറയുന്നത്. എന്നാ ആനിവേഴ്സറി എന്ന് ചോദിക്കുമ്പോൾ അടുത്ത മാസം 19-നാണ് പ്രിയയുടെ ആനിവേഴ്സറി എന്ന് സ്റ്റെഫി പറയുന്നു. സ്റ്റെഫി പോയി കഴിഞ്ഞതും മാനുവൽ ആകട്ടെ റോയിങ്കിലെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാമെന്ന്. ആന്റണി നേരെ പ്രിയയുടെ അടുത്ത് വന്നിട്ട് തന്റെ പ്രൊമോഷനെ പറ്റി സംസാരിക്കുന്നു. അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് താമസം മാറി പോകണമല്ലോ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്തായാലും പോകുന്നതിന് മുമ്പ് നമ്മുടെ ആനിവേഴ്സറി വരും. ഞാനാണെങ്കിൽ ഓൾറെഡി എല്ലാവരോടും പറഞ്ഞു ആനിവേഴ്സറി ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുമെന്ന്. അതിന്റെ കൂടെ നമ്മൾ പോകുന്നതിന്റെ ചെലവും കൂടി ഒരുമിച്ച് നടത്താം. അതേസമയം ഇവിടെ മാനുവലും കൂട്ടരും വലുതായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഡോക്ടറായ ജോൺ പോയി കുറച്ച് ടാങ്കുകളൊക്കെ പണിയിച്ചിട്ട് വരുന്നതാണ് കാണിക്കുന്നത്. അവരുടെ പ്ലാനിങ്ങിൽ റോയിക്ക് ഒരു വിശ്വാസമില്ലായിരുന്നു. ജോൺ പറയുന്ന കാര്യങ്ങളൊന്നും തനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് റോയി പറയുന്നത്. പ്ലാസ്റ്റിക് കവറുകളും ഗ്ലൗസും മാസ്കും എല്ലാം തന്നെ അവർ വരുത്തിയിട്ടുണ്ടായിരുന്നു. ജോൺ എന്തായാലും UK-യിലൊക്കെ പോയി പഠിച്ചതല്ലേ, നമുക്ക് അവന്റെ പ്ലാനിങ്ങിൽ വിശ്വസിക്കാമെന്നാണ് മാനുവൽ പറയുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. അവസാനം ആന്റണിയുടെയും പ്രിയയുടെയും ആനിവേഴ്സറി ദിനം എത്താറായി. കേക്കിന്റെ കാര്യം പറയാൻ അവർ വരുന്നത് ഈ ഗ്രേസ് ബേക്കറിലേക്കായിരുന്നു. ആനിവേഴ്സറിക്ക് മാനുവലിനെ അവർ വിളിക്കുന്നുണ്ട്. എന്നാ പിന്നെ കേക്ക് എന്റെ വക ആയിക്കോട്ടെ എന്ന് മാനുവൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഇവരുടെ ആനിവേഴ്സറി ദിനമാണ്. അയൽവക്കത്തുള്ള എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ മാനുവൽ തന്റെ വീടിന്റെ മുകളിൽ നിന്ന് കാണുന്നു. എന്നാൽ പ്രിയയുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് മാനുവൽ കുറെ കാര്യങ്ങൾ തന്റെ വീട്ടിൽ ചെയ്യുന്നു. അമ്മച്ചിയുടെ റൂമിൽ കയറി സാരി കുറച്ചെണ്ണം താഴേക്ക് വലിച്ചിടുന്നു. ഒരു സാരി എടുത്ത് ടേബിളിന്റെ മുകളിലേക്ക് അയൺ ചെയ്യാനുള്ള രീതിയിൽ വെച്ചിട്ട് അയൺ ബോക്സ് ഓൺ ആക്കി ആ സാരിയുടെ മുകളിൽ തന്നെ വെക്കുന്നു. മനഃപൂർവ്വം ആ സാരി കത്തിക്കുക എന്നതായിരുന്നു അയാളുടെ ഉദ്ദേശം. എന്നിട്ട് ചടങ്ങിന് പോയി പ്രിയയ്ക്കും ആന്റണിക്കും ഗിഫ്റ്റ് എല്ലാം കൊടുത്ത ശേഷം അവരുടെ കേക്ക് കട്ടിങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. കേക്ക് കട്ട് ചെയ്ത് ആന്റണിക്ക് കൊടുക്കാൻ നേരമാണ് പ്രിയ ശ്രദ്ധിക്കുന്നത് മാനുവലിന്റെ വീടിന്റെ ഒരു റൂമിൽ തീ കത്തുന്നത്. പെട്ടെന്ന് എല്ലാവരും ഷോക്കായി.
പിന്നീട് കാണിക്കുന്നത് പോലീസുകാരും നാട്ടുകാരും ഉൾപ്പെടെ എല്ലാവരും തന്നെ അമ്മച്ചി അന്വേഷിച്ച് നടക്കുന്നതാണ്. അവിടെ അമ്മച്ചി ഉണ്ടായിരുന്നില്ല. ആ രാത്രിയിൽ അവരെവിടേക്കോ ഇറങ്ങിപ്പോയിരിക്കുന്നു. അപ്പുറത്തെ വീട്ടിലെ ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അമ്മച്ചി ഉറക്കമായതുകൊണ്ടാ ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ച് ഇവിടെ നിന്നും പോയതെന്നുമാണ് മാനുവൽ പോലീസിനോട് പറയുന്നത്. രാത്രിയിലെ ഗുളിക കഴിച്ചിട്ട് കിടക്കുമ്പോൾ അമ്മച്ചി നല്ല ഉറക്കമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇങ്ങനെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. റിലേറ്റീവ്സിന്റെ വീട്ടിലെല്ലാം തന്നെ അന്വേഷിച്ചിട്ടും എവിടെയോ എത്തിയിട്ടില്ല. അവർക്ക് ആൾഷിമേഴ്സ് ഉണ്ടെന്നാണ് മാനുവൽ പറയുന്നത്. എന്നാൽ ഇത് കേട്ടിട്ട് പ്രിയ പറയുന്നുണ്ട്, അമ്മച്ചിക്ക് അങ്ങനൊരു അസുഖം ഉള്ളതായിട്ട് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല എന്ന്. ഏത് ഡോക്ടറാ ചികിത്സിക്കുന്നതെന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ മാനുവൽ പറയുന്നുണ്ട്, എന്റെ കസിനായ ജോൺ എന്ന ഡോക്ടറാണെന്ന്. അങ്ങനെ ആൾക്കാരെല്ലാം അവിടുത്തെ പറമ്പെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് പോലീസുകാർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഗ്രേസിനെ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ചു പേർ ചേർന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴേക്കും ഗ്രേസിനെ അവർ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചിയെ കണ്ടതും മാനുവൽ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു. അമ്മച്ചിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും റൂമിൽ കൊണ്ടുപോയി മാനുവൽ കിടത്തുന്നതും എല്ലാം തന്നെ പ്രിയ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രിയയുടെ മനസ്സിൽ എന്തൊക്കെയോ ഡൗട്ടുകൾ വരികയായിരുന്നു. ആ സമയത്ത് കൃഷ്ണേട്ടൻ വന്ന് മാനുവലിനോട് പറയുന്നുണ്ട്, ഇനി അമ്മച്ചിയെ ഇങ്ങനെ ഒറ്റക്കിട്ടിട്ട് പോകുന്നത് ശരിയല്ല, ഒരു ഹോം നേഴ്സിനെ വെക്കാം. ഇത് കേട്ടതും ആന്റണി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്റെ പരിചയത്തിൽ ഒരു സ്ത്രീയുണ്ട്. പ്രിയയുടെ പ്രഗ്നൻസി സമയത്ത് അവിടെ ഹോം നേഴ്സായിട്ട് നിന്നിരുന്നതാ, ലിസി എന്ന അവരുടെ പേര്. അവരുടെ നമ്പർ എന്റെ പഴയ ഫോണിലുണ്ടാകും, ഞാൻ എടുത്തു തരാമെന്ന് ആന്റണി പറയുന്നു. അതെന്തായാലും നമുക്ക് ആലോചിക്കാമെന്ന് മാനുവൽ പറയുന്നു. വീട്ടിലെത്തി കഴിയുമ്പോൾ ആന്റണി പറയുന്നുണ്ട്, പണ്ട് ഗ്രേസി ആന്റി ഇവിടെ റെയിൽവേയിലായിരുന്നല്ലോ ജോലി ചെയ്തിരുന്നത്, ചിലപ്പോൾ ആ ഒരു ഓർമ്മയിലായിരിക്കാം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതെന്ന്. എന്നാൽ പ്രിയ പറയുന്നു, ഈ അൾഷിമേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഇതൊന്നും ഓർമ്മയുണ്ടാക്കാൻ പോലും ചാൻസ് ഇല്ലല്ലോ എന്ന്. പ്രിയയുടെ മനസ്സിൽ ഈ ചിന്തകൾ മാത്രമായിരുന്നു. ആദ്യമായിട്ട് അമ്മച്ചിയെ കണ്ട സമയം അവൾ ഓർക്കുന്നു. അവര് ചെരുപ്പ് പുറത്ത് ഊരിയിട്ടിട്ടാണ് അകത്തേക്ക് കയറിപ്പോയത്. അവൾ അതും ആലോചിച്ച് പുറത്തേക്ക് നോക്കുമ്പോഴാകട്ടെ മാനുവൽ അവിടെ നിന്ന് തുണി വിരിച്ചിടുന്നതാണ് കാണുന്നത്. അമ്മച്ചിയുടെ ഇറങ്ങിപ്പോക്കോടുകൂടി പ്രിയയുടെ ഉള്ള സംശയങ്ങൾ കൂടുകയും അവൾ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിലേക്ക് നോക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അൾഷിമേഴ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യുന്നു. കുറച്ചു കഴിയുമ്പോൾ മാനുവൽ സ്റ്റെഫി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് തനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, പക്ഷെ അമ്മച്ചി ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെ പോകുമെന്ന് അറിയാതിരിക്കുകയാണെന്ന്. സ്റ്റെഫി പറയുന്ന ഒരു കാര്യം ചെയ്യാം, ഞാൻ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്ത് ഇവിടേക്ക് വരാമെന്ന്. മാനുവൽ മീറ്റിംഗിന് പോയിക്കൊള്ളാൻ. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെല്ലാം തന്നെ അപ്പുറത്ത് നിന്ന് പ്രിയ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ മാനുവൽ ആ ജോണിനെ കാണാൻ പോയി. കുറച്ച് ഗുളിക ജോൺ മാനുവലിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് ജ്യൂസിൽ വല്ലതും കലക്കി കൊടുക്കാൻ. 20 മിനിറ്റിനുള്ളിൽ ആള് മയങ്ങിപ്പോകും. പിന്നൊരു ചെറിയ കുപ്പിയിൽ ഒരു പോയിസണും കൊടുക്കുന്നുണ്ട്, അത് സൂക്ഷിച്ചു ഉപയോഗിക്കണം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഉറക്കത്തിൽ തന്നെ ആള് മരിച്ചു പോവുകയും ചെയ്യും. ചൊവ്വാഴ്ച രാവിലെ തന്നെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നാണ് മാനുവൽ പറയുന്നത്. അമ്മച്ചിക്ക് കൂട്ടിന് ആളെ നിർത്താൻ നല്ല പ്രഷറുണ്ട്. അതിനു മുമ്പ് നമ്മുടെ പ്ലാൻ സക്സസ് ആക്കിയെങ്കിലേ പറ്റൂ. ചൊവ്വാഴ്ച രാവിലെ ഞാനും കൃഷ്ണേട്ടനും കൂടെ വീട്ടിൽ നിന്നിറങ്ങും. അമ്മച്ചിയുടെ കൂടെ ആ സമയത്ത് സ്റ്റെഫി മാത്രമേ ഉണ്ടാകൂ. ബാക്കിയെല്ലാം നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ നടത്തിയിരിക്കണം. അതേസമയം വീട്ടില് TV കണ്ടുകൊണ്ടിരുന്ന പ്രിയാകട്ടെ മഴ വരാൻ പോകുന്നത് സൗണ്ട് കേട്ടതും ഓടിപ്പോയി തുണികൾ എടുക്കുന്നു. അപ്പുറത്ത് മാനുവലിന്റെ വീട്ടിൽ വിരിച്ചിട്ടിരുന്ന തുണികളും നേരത്തെ തന്നെ ആരോ എടുത്തിരിക്കുന്നു. മാനുവൽ പുറത്തു പോയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതെടുത്തിരിക്കുന്നത് ഗ്രേസി ആന്റി ആയിരിക്കില്ലേ? അവർക്ക് അൾഷിമേഴ്സ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാകുമോ? ഇതൊക്കെയായിരുന്നു പ്രിയയുടെ ചിന്ത. പ്രിയ ഇതിനെപ്പറ്റി എല്ലാം തന്നെ സുലുവിനോട് പറയുന്നുണ്ട്. നമ്മളെക്കാളും നല്ല ഓർമ്മയാണ് ഗ്രേസി ആന്റിക്ക്. അവർക്ക് അൾഷിമേഴ്സ് ഒന്നും തന്നെയില്ല. ഇരുട്ടത്ത് ലൈറ്റ് ഓൺ ആക്കാൻ അറിയാം, ടാങ്കിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ ഓഫ് ആക്കാൻ അറിയാം, പുറത്തുനിന്ന് കയറി ഉള്ളിലേക്ക് പോകുമ്പോൾ ചെരുപ്പ് ഊരിയിടാനും അറിയാം. അൾഷിമേഴ്സ് ഉള്ള ഒരാൾക്ക് ഡെയിലി റുട്ടീൻ എല്ലാം തന്നെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇന്നലെ മഴ വരുന്നതിന് മുമ്പ് കറക്റ്റ് ആയിട്ട് അവിടെ നിന്നും തുണിയെല്ലാം എടുത്തിരിക്കുന്നു. മാനുവൽ വീട്ടിലുണ്ടായിരുന്നില്ല. എന്നാൽ അത് കേട്ട് സുലു പറയുന്നുണ്ട്, അത് സ്റ്റെഫി ചേച്ചി ആയിരിക്കുമെന്ന്. അമ്മച്ചിയെ സ്റ്റെഫി ചേച്ചി ഏൽപ്പിച്ചിട്ടാണ് മാനുവൽ പുറത്തു പോയത്. ആ ടൈമിൽ മാനുവലിന്റെ വീട്ടില് കുക്കർ വിസിലടിക്കാൻ തുടങ്ങി. പ്രിയ പറയുന്നുണ്ട്, ആ കുക്കറിന്റെ വിസില് 4 എണ്ണത്തിൽ കൂടുതൽ പോകില്ല, അവിടെ കഞ്ഞി വേവിക്കാൻ വെച്ചിരിക്കുക. ഞാനിത് സ്ഥിരം കേൾക്കാറുള്ളതാ, ശ്രദ്ധിച്ചു നോക്കിക്കോ. മാനുവൽ പുറത്താ നിൽക്കുന്നത്. 4ാമത്തെ വിസിലോട് കൂടി അത് കറക്റ്റ് ആയിട്ട് ഓഫ് ആക്കിയിരിക്കും. അത് ഗ്രേസി ആന്റി തന്നെയാ. അങ്ങനെ അവർ ശ്രദ്ധിച്ചു നിന്ന് 3ഉം 4ഉം വിസിലടിച്ചു കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആയിട്ട് കുക്കർ ഓഫായി. എന്നാൽ ആ സമയത്ത് മാനുവൽ പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറി പോകുന്നത് കാണുന്നു. അത് മാനുവൽ തന്നെയായിരിക്കുമെന്നാണ് സുലു പറയുന്നത്. എന്നാൽ മാനുവൽ ഇപ്പോൾ അകത്തോട്ട് കയറിയിട്ടേ ഉള്ളൂ. കിച്ചൺ വരെ എത്തി അത് ഓഫാക്കാനുള്ള ടൈം ആയിട്ടില്ല. പ്രിയ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഷാർപ്പായിട്ട് എടുത്ത് പറയുന്നുണ്ട്. സുലുവിന് അപ്പോഴും ഡൗട്ടുകളായിരുന്നു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മാനുവൽ പ്ലാനിങ് ചെയ്തിരുന്ന ആ ചൊവ്വാഴ്ച ദിവസമാണ്. അമ്മച്ചിയെ സ്റ്റെഫി ഏൽപ്പിച്ച ശേഷം മാനുവൽ പറയുന്നുണ്ട്, കൃത്യം 11 മണിക്ക് തന്നെ അമ്മച്ചിക്ക് ജ്യൂസ് കൊടുക്കണമെന്ന്. മാത്രമല്ല പുറത്തുനിന്ന് ആരെയും തന്നെ അകത്തോട്ട് കയറ്റിയും വേണ്ട. അമ്മച്ചി വല്ലാതെ പാനിക് ആകും. ജ്യൂസ് ഞാൻ തനിക്കും കൂടി വേണ്ടിയാണ് അടിച്ചു വെച്ചിരിക്കുന്നത്, താൻ കൂടി കുടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ നിന്നും പോകുന്നത്. ഇതെല്ലാം പ്രിയ നോക്കുന്നുണ്ടായിരുന്നു. 11 മണിയായപ്പോഴേക്കും സ്റ്റെഫി വന്ന് അമ്മച്ചിക്ക് ജ്യൂസ് എടുത്തു കൊടുക്കുന്നു. എന്നാൽ എത്ര പറഞ്ഞിട്ടും അമ്മച്ചി ആ ജ്യൂസ് കുടിക്കുന്നില്ല. അവസാനം അവള് മാനുവലിനെ വിളിച്ചിട്ട് കാര്യം പറയുമ്പോൾ മാനുവൽ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, അമ്മച്ചിയുടെ അടുത്തുനിന്ന് സ്റ്റെഫി ഒന്ന് മാറി നിൽക്കാൻ. എന്നിട്ട് സ്റ്റെഫിയോട് അയാൾ പറയുന്നു, ജ്യൂസ് ആദ്യം സ്റ്റെഫി ഒന്ന് അമ്മച്ചിയെ കുടിച്ച് കാണിക്കണം, അത് കഴിയുമ്പോഴേക്കും അമ്മച്ചി തന്നെ കുടിച്ചോളൂ എന്ന്. അങ്ങനെ അവൾ തിരിച്ചു വന്ന് മാനുവൽ പറഞ്ഞ പ്രകാരം ആ ജ്യൂസ് എടുത്ത് അമ്മച്ചിയെ കുടിച്ച് കാണിക്കുന്നു. എന്നിട്ട് മറ്റൊരു ഗ്ലാസ് എടുത്ത് ബാക്കി ജ്യൂസ് അതിലേക്ക് ഒഴിച്ചിട്ട് അമ്മച്ചിക്ക് കൊടുക്കുന്നു. മാനുവൽ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അവള് കുടിക്കുന്ന കണ്ടിട്ട് അവരും ആ ജ്യൂസ് മുഴുവൻ കുടിച്ചു. അമ്മച്ചി ജ്യൂസ് കുടിച്ചു എന്ന് മനസ്സിലായതും പെട്ടെന്ന് തന്നെ മാനുവൽ റോയിക്ക് മെസ്സേജ് അയക്കുന്നു, ഇനി സെഡേഷന് വെറും 20 മിനിറ്റേ ഉള്ളൂ എന്ന്. ആ സമയം തന്നെ റോയ് കാറും എടുത്തിട്ട് മാനുവലിന്റെ വീടിന്റെ സൈഡിലേക്ക് പോവുകയാണ്. എന്നാൽ അപ്പോഴാണ് പ്രിയ വീടിനുള്ളിലേക്ക് കയറി പോകുന്നത് റോയ് കാണുന്നത്. അയാൾ പെട്ടെന്ന് മാനുവലിന് വിവരം അറിയിക്കുന്നു. ഇതോടുകൂടി മാനുവലിന് ആകെ ദേഷ്യമായി. അവൾ ബെല്ലടിച്ച
വിളിച്ചപ്പോ സ്റ്റെഫി ആയിരുന്നു വാതിൽ തുറന്നത്. അതുകൊണ്ട് വീട്ടിൽ അയൺ ബോക്സ് ഇവിടെ കൊണ്ട് തരണമെന്ന് ആന്റണി പറഞ്ഞിരുന്നു. അതാ ഞാനിപ്പോ വന്നേ. സ്റ്റെഫി അവളെ ഉള്ളിലേക്ക് കയറ്റാതിരിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും പ്രിയ ഉള്ളിലേക്ക് കയറി അമ്മച്ചിയോട് സംസാരിക്കുന്നു. ഇവിടെ റോയും മാനുവലും ആകെ ടെൻഷനിലായി. 20 മിനിറ്റിനുള്ളിൽ ആള് മയകും, അതിനുള്ളിൽ തന്നെ പ്ലാൻ എല്ലാം സക്സസ് ആക്കണം. പ്രിയയാകട്ടെ അമ്മച്ചിയോട് അന്ന് പോയതിനെ പറ്റിയെല്ലാം ചോദിക്കുന്നു. അമ്മച്ചിക്ക് അന്ന് നടന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ, റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് എങ്ങനെയാണ് എന്നൊക്കെ അവള് ചോദിക്കുന്നു. സ്റ്റെഫി അവളോട് പറയുന്നുണ്ട് അതൊന്നും അമ്മച്ചിയോട് ചോദിക്കാൻ നിൽക്കണ്ടാന്ന്. എന്നിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് അവൾക്കും എടുത്തു കൊടുക്കുന്നു. പ്രിയ അത് കുടിക്കുന്നുണ്ട്. ഇവിടെ പ്രിയയെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റാൻ വേണ്ടിയിട്ട് മാനുവൽ വഴികൾ ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് നേരത്തെ ആന്റണി പറഞ്ഞ ലിസി എന്ന് പറയുന്ന ആ ഹോം നഴ്സിനെ പറ്റി ആലോചിക്കുന്നത്. പെട്ടെന്ന് തന്നെ ആന്റണിയെ ഫോൺ ചെയ്ത ശേഷം മാനുവൽ പറയുന്നുണ്ട് നീ നേരത്തെ പറഞ്ഞ ആ ലിസി എന്ന് പറയുന്ന ഹോം നഴ്സിന്റെ നമ്പർ ഒന്ന് തരുമോ എന്ന്. അത് ആന്റണിയുടെ വീട്ടിലിരിക്കുന്ന പഴയ ഫോണിലാണെന്ന് അവൻ പറഞ്ഞതായിട്ട് മാനുവലിന് ഓർമ്മയുണ്ട്. ആന്റണി പെട്ടെന്ന് തന്നെ പ്രിയെ വിളിക്കുന്നു. ആ പഴയ ഫോണിൽ നിന്ന് ഹോം നഴ്സിന്റെ നമ്പർ അയച്ചു കൊടുക്കാൻ അയാൾ അവളോട് പറയുന്നു. ഇപ്പൊ തന്നെ വേണോന്ന് പ്രിയ ചോദിക്കുന്നുണ്ട്. മാനുവൽ അത്യാവശ്യമായിട്ട് വിളിച്ചു പറഞ്ഞതാ, നീ പെട്ടെന്ന് അയക്കാനാണ് അയാൾ പറയുന്നത്. അത് കാരണം പ്രിയയ്ക്ക് അമ്മച്ചോടൊന്നും തന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല. അവൾ അവിടെ നിന്നും പോയി വീട്ടിൽ ചെന്ന് പഴയ ഫോൺ തപ്പിയെടുത്ത് അത് ചാർജിനിട്ട ശേഷം അതിൽ നിന്ന് നമ്പർ എടുത്ത് ആന്റണിക്ക് അയച്ചു കൊടുക്കുന്നു. ആന്റണി ഇത് മാനുവലിന് അയച്ചു കൊടുത്തോടുകൂടി മാനുവലിന് മനസ്സിലായി പ്രിയ വീട്ടിലെത്തിയെന്ന്. അപ്പൊ തന്നെ മാനുവൽ ആ വിവരം റോയിയെ അറിയിക്കുകയും ചെയ്യുന്നു. ഫോൺ നോക്കുന്നതിനിടയിൽ പ്രിയയുടെ കൈതെറ്റി വീണ ഫ്ലവർ വേസ് അവൾ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം മാനുവലിന്റെ വീട്ടിലാകട്ടെ സ്റ്റെഫി ആ ജ്യൂസ് കുടിച്ചിട്ട് മയങ്ങിയിരുന്നു. പിന്നീട് കാണിക്കുന്നത് റോയി കാർ ഓടിച്ചു പോകുന്നതും ആ കാറിന്റെ ബാക്ക് സീറ്റിലായിട്ട് അമ്മച്ചി കിടക്കുന്നതുമാണ്. സമയം 12 മണിയായി. അവിടെ റെയിൽവേ പാളത്തിന്റെ അടുത്താകട്ടെ ഏതോ ബോഡി കണ്ടിട്ട് ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്നു. അമ്മച്ചിയെ കാണാനില്ല എന്നുള്ള വാർത്ത എല്ലായിടത്തും പരന്നിരിക്കുകയാണ്. സരോജിനി ചേച്ചി പറയുന്നുണ്ട് ആ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാനുവൽ പോയിരിക്കുകയാണെന്ന്. അമ്മച്ചിയെ വീണ്ടും കാണാതായതിന് കാരണം താനാണെന്നുള്ള വിഷമത്തിലായിരുന്നു സ്റ്റെഫി. ഈ റെയിൽവേ പാളത്തിൽ നിന്ന് കിട്ടിയ ബോഡിയെ പറ്റിയുള്ള വിവരങ്ങളൊന്നും തന്നെ അവളെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്നത് മാനുവലിന്റെ സഹോദരി ഡയാന ന്യൂസിലാൻഡിൽ നിന്നും നാട്ടിലേക്ക് വരുന്നതാണ്. ബോഡി ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അത് അമ്മച്ചിയുടെ ബോഡിയല്ല എന്ന്. ഇപ്പോഴും മാനുവലിന്റെ അമ്മച്ചി മിസ്സിംഗ് തന്നെയാണ്. അവിടുത്തെ CCTV ഫുട്ടേജ് എല്ലാം പരിശോധിച്ചതിൽ നിന്നും അമ്മച്ചി എവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവിടെ സ്റ്റെഫി താൻ കാരണമാണല്ലോ അമ്മച്ചി മിസ്സായതെന്നുള്ള വിഷമത്തിലായിരുന്നു. സുലു പ്രിയയോട് പറയുന്നുണ്ട് പ്രിയേച്ചി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അമ്മച്ചി മിസ്സാകില്ലായിരുന്നു എന്ന്. അപ്പോഴാണ് പ്രിയയുടെ മൈൻഡിൽ ആ ഒരു കാര്യം വരുന്നത്. കറക്റ്റ് സമയത്ത് തന്നെ മാനുവലിന്റെ ഫോൺ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് ആന്റണി അവളെ വിളിച്ചിരിക്കുന്നു. അവർ ആ ഹോം നഴ്സിന്റെ നമ്പർ എടുത്ത് അവരെ വിളിച്ചു നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലാകുന്നുണ്ട് മാനുവൽ ആ ഹോം നഴ്സിനെ വിളിച്ചിട്ടില്ല എന്ന്. അന്ന് മാനുവൽ ആന്റണിയെ വിളിച്ച് അവരുടെ നമ്പർ ചോദിച്ചത് പ്രിയ അവിടെ നിന്നും മാറ്റാൻ വേണ്ടിയായിരുന്നു. ആ കാര്യം പ്രിയ സുലുവിനോടും പറയുന്നു. ഇവിടെ പോലീസുകാരെ ആകെ ഡൗട്ടിലാണ്. അന്ന് അമ്മച്ചി ഇറങ്ങിപ്പോയത് രാത്രിയിലായതുകൊണ്ട് ആരും കണ്ടില്ല എന്ന് വിചാരിക്കാം. പക്ഷെ പകൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ആരും കാണാതിരിക്കുന്നത് എങ്ങനെയാണെന്ന്. അതേസമയം പ്രിയ സുലുവിനോട് പറയുന്നുണ്ട് ഞാൻ അമ്മച്ചിയുടെ അടുത്തേക്ക് എത്തിയത് മറ്റാരോ മാനുവലിനെ വിളിച്ച് അറിയിച്ചിട്ടാണ്. കറക്റ്റ് ആ സമയത്ത് തന്നെ മാനുവൽ ആന്റണിയെ വിളിക്കുകയും ഈ ഹോം നഴ്സിന്റെ നമ്പർ ചോദിക്കാൻ വേണ്ടിട്ട് എന്നെ അവിടെ നിന്നും മാറ്റിയതും. അതിനർത്ഥം ഈ കളിയിൽ മാനുവൽ ഒറ്റയ്ക്കല്ല, മാനുവലിനെ സഹായിക്കാൻ ആൾക്കാരുണ്ട്. ആ ഒരു സീനിൽ തന്നെ കറക്റ്റ് മാനുവലിനെയും ജോണിനെയും ഡയാനെയും റോയെയും കാണിക്കുകയാണ്. സംഭവം അറിഞ്ഞിട്ട് മാനുവലിന്റെ ബന്ധുക്കാരെല്ലാം തന്നെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അച്ഛൻ വന്ന് പ്രാർത്ഥന നടത്തുന്നതിനിടയ്ക്കാണ് ഡയാനയ്ക്ക് ഒരു കോള് വരുന്നത്. അവൾ ആ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പറയുന്നത് ഇങ്ങനെയായിരുന്നു ലാൻഡ് വിൽക്കുന്ന കാര്യമൊന്നും നടക്കും തോന്നുന്നില്ല, കാശിന് നമുക്ക് വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തണം. ആ സമയത്ത് പ്രിയ വന്ന് ഡയാനോട് സംസാരിക്കുന്നു. ന്യൂസിലാൻഡിൽ അവൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആരംഭിക്കുകയാണെന്നും വെഡിംഗ് പ്ലാനിംഗ് കമ്പനിയാണെന്നുമാണ് അവൾ പറയുന്നത്. ഞങ്ങൾക്ക് ന്യൂസിലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്, അവിടെ വന്നു കഴിയുമ്പോൾ എന്തായാലും തന്നെ വിളിക്കേണ്ട ആവശ്യമുണ്ടാവും, തന്റെ നമ്പർ ഒന്ന് തരുമെന്ന് ചോദിക്കുമ്പോൾ ഡയാന അവൾക്ക് നമ്പർ കൊടുക്കുന്നു. അപ്പോഴേക്കും സ്ഥലം നോക്കാൻ വന്ന ബ്രോക്കർ വന്ന് ഡയാനയെ വിളിക്കുന്നുണ്ട്. മാനുവലും ബ്രോക്കറും ഡയാനയും സംസാരിക്കുന്നു. അവരുദ്ദേശിക്കുന്ന വിലയൊന്നും ആ സ്ഥലത്തിന് കിട്ടില്ല എന്നാണ് ബ്രോക്കർ പറയുന്നത്. അത്രയും കിട്ടിയാൽ മാത്രമേ തങ്ങൾ കൊടുക്കൂ എന്ന് പറയുമ്പോൾ എന്നാ പറ്റിയ പാർട്ടിയായിട്ട് ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ബ്രോക്കർ പോകുന്നു. ഡയാന മാനുവലിനോട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും നാളെ തിരിച്ചു പോകുമെന്ന്, എല്ലാവരോടും നീ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരതും ഇതുമൊക്കെ പറയും. അങ്ങനെ പിറ്റേന്ന് ഡയാന തന്റെ സാധനങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്തുകൊണ്ട് പോകുന്നത് പ്രിയ ഉൾപ്പെടെ എല്ലാവരും കാണുന്നുണ്ട്. ഡയാന അവളെ നോക്കി ടാറ്റ കൊടുത്തിട്ടാണ് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് റോയിയും മാനുവലും ചേർന്നിട്ട് എവിടെ നിന്നോ കുറച്ച് ആസിഡും സാധനങ്ങളും എല്ലാം എടുത്ത് വണ്ടിയിലേക്ക് കയറ്റുന്നതാണ്. രാത്രിയായപ്പോൾ വണ്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ആ സാധനങ്ങളെല്ലാം വീട്ടിലേക്ക് ഇറക്കുന്നു. ചുറ്റുമുള്ള വീടുകളിൽ എല്ലാവരും തന്നെ ഉറങ്ങിയെന്ന മാനുവല് മുകളിൽ നിന്ന് ഉറപ്പാക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ഒരു വണ്ടിയുടെ വെട്ടം പ്രിയയുടെ ജനലിലൂടെ അടിച്ചിട്ട് പ്രിയയുടെ ഉറക്കം പോകുന്നു. അവള് പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ്. മാനുവലിന്റെ വീട്ടിൽ നിന്നായിരുന്നു ആ വെട്ടം വന്നത്. അടുക്കള ജനൽ തുറന്നിട്ട് അവള് മാനുവലിന്റെ വീടും പരിസരവും എല്ലാം തന്നെ വീക്ഷിക്കുന്നു. പെട്ടെന്ന് അവള് ഞെട്ടിപ്പോയി. കാരണം മാനുവലിന്റെ വീടിന്റെ മുകളിലത്തെ നിലയില് ഗ്രേസി ആന്റി നിൽക്കുന്നത് അവള് കാണുന്നു. പേടിച്ച് ഒരു തവണയും കൂടെ നോക്കിയപ്പോഴേക്കും അവിടെ ലൈറ്റും ഇല്ല, ആളും ഇല്ല. അപ്പോഴേക്കും ആന്റണി അവിടേക്ക് വരുന്നു. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവള് കണ്ട കാര്യം പറയുന്നു. എന്നാൽ അമ്മച്ചി ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ലെന്നാണ് ആന്റണി പറയുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായാലും മാനുവൽ പറഞ്ഞേനെ. ഞാൻ ശരിക്കും അമ്മച്ചിയെ കണ്ടുവെന്ന് അവൾ ഉറപ്പിച്ചു പറയുന്നു. നിന്റെ തോന്നലായിരിക്കാമെന്ന് പറഞ്ഞിട്ട് ആന്റണി അവളോട് വന്ന് കിടക്കാൻ പറയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ അവൾ ആന്റണിയെ കൊണ്ട് മാനുവലിനെ വിളിപ്പിച്ച് ചോദിക്കുമ്പോൾ അമ്മച്ചി വന്നിട്ടില്ല എന്ന് തന്നെയാണ് അയാൾ പറയുന്നത്. പ്രിയ അസ്മയോടും ലുലുവിനോടും ഈ സംഭവത്തെ പറ്റി സംസാരിക്കുന്നു. മാനുവൽ അമ്മച്ചിയെ മനഃപൂർവ്വം അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണെന്നാണോ നീ പറയുന്നതെന്നാണ് പ്രിയയോട് അവർ ചോദിക്കുന്നത്. അയാൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ടെന്ന് പ്രിയ പറയുന്നു. അമ്മച്ചി ഇവിടെ
ഉണ്ടോ ഇല്ലയോ എന്ന് അവൾക്ക് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് മാനുവൽ പുറത്തു പോകുന്നത് നോക്കിയിരിക്കുമായിരുന്നു അവർ. അങ്ങനെ അന്ന് രാത്രിയായപ്പോൾ മാനുവൽ പുറത്തേക്ക് പോകുന്നത് അവൾ കാണുകയും പെട്ടെന്ന് സുലുവിനെ ഫോൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞാൻ മതിൽ ചാടി മാനുവലിന്റെ വീട്ടിൽ പോയി അമ്മച്ചി അവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. അവൾ ആന്റണിയും കുട്ടിയും കഴിക്കാനിരുത്തിയ ശേഷം അടുക്കള വാതിൽ വഴി അവിടേക്ക് ഇറങ്ങി. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണം. അസ്മയും അവർ കോളിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയ മാനുവലിന്റെ വീടിന്റെ ബാക്ക് വശത്തെത്തിയിട്ട് അവിടെ നിന്നും സൺഷെയ്ഡ് വഴി കയറി മുകളിലത്തെ നിലയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് അവൾ ജനലിലൂടെ നോക്കുന്നു. അതേസമയം ആ മുറിയിലേക്ക് കയറി വന്ന ജോൺ അവളെ കണ്ട് പേടിച്ച് താഴെ വീഴുകയാണ്. എന്നാൽ പുറത്തുനിന്ന് പ്രിയയ്ക്ക് ഒന്നും തന്നെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവിടെ ഗ്ലാസ്സിൽ ഫിലിം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രിയ ഇങ്ങനെ നോക്കുന്നത് കണ്ട് ശരിക്കും ജോൺ പേടിച്ചുപോയി. അയാൾ പെട്ടെന്ന് തന്നെ മാനുവലിനെ വിളിച്ചിട്ട് കാര്യം പറയുന്നു. മാനുവൽ തിരിച്ച് വീട്ടിലേക്ക് വണ്ടി വിട്ടു. അയാളുടെ വണ്ടി വരുന്നത് കണ്ടതും സുലു പെട്ടെന്ന് പ്രിയോട് പറയുന്നുണ്ട് അവിടെ നിന്നും ഇറങ്ങാൻ. എന്നാൽ തൊട്ടപ്പുറത്തെ വീട്ടിലെ തോമസ് ഏട്ടൻ അവിടെ വെളിയിൽ നിൽക്കുന്ന കാരണം പ്രിയയ്ക്ക് ചാടാനും വയ്യ. കാരണം അയാൾ അവളെ കാണുമല്ലോ. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ടെൻഷനിൽ നിൽക്കുകയായിരുന്നു അവൾ. രണ്ടും കൽപ്പിച്ച് അവൾ എടുത്ത് ചാടുന്നു. തോമസ് ഏട്ടനാകട്ടെ അവളെ കണ്ടിട്ട് പ്രേതമാണെന്ന് കരുതിയിട്ട് അയാൾ ബോധം കെട്ട് വീഴുകയാണ്. വീട്ടിലേക്ക് വണ്ടി കയറ്റ മാനുവൽ ഓടിയെത്തുന്നത് വീടിന്റെ ബാക്കിലേക്കാണ്. അപ്പോഴേക്കും പ്രിയ അവിടുന്ന് ഓടി തന്റെ മതിലിന്റെ അടുത്തെത്തിയിരുന്നു. എന്നാൽ മതിൽ ചാടി വീട്ടിലെത്തുന്നതിന് മുമ്പ് മാനുവൽ അവളെ കൈയോടെ പിടിച്ചു. പ്രിയ എന്താ ഇവിടെയെന്ന് ചോദിക്കുന്നു. അവൾക്ക് എന്ത് പറയണം എന്നറിയില്ലായിരുന്നു. ഞാൻ അമ്മച്ചി വന്നൊന്ന് നോക്കാൻ വന്നതാണെന്നാണ് അവൾ പറയുന്നത്. അമ്മച്ചി വന്നിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ രാവിലെ പറഞ്ഞതല്ലേ, പക്ഷെ താൻ ഇന്നലെ അമ്മച്ചിയെ കണ്ടു എന്ന് അവൾ ഉറപ്പിച്ച് പറയുന്നു. മാനുവലിന് ആകെ ദേഷ്യം വരാൻ തുടങ്ങി. അമ്മച്ചി ഇപ്പോഴും മിസ്സിംഗ് തന്നെയാണ് പ്രിയെ. അമ്മച്ചിയെ കാണാത്തത് കാരണം ടെൻഷൻ അടിച്ചാകെ പ്രാന്തായിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്കാണ് നിന്റെയും മതിൽ ചാട്ടം. നിനക്ക് മതിൽ ചാടി നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, പക്ഷെ അത് ഈ കുടുംബത്തിലോട്ട് വേണ്ട. അത്രയും പറഞ്ഞിട്ട് മാനുവൽ പോയി. ഈ സംസാരം എല്ലാം തന്നെ ആന്റണിയും കേൾക്കുന്നുണ്ടായിരുന്നു. നീ എന്തിനാ വെറുതെ എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ അവളെ വഴക്ക് പറയുന്നു. അതേസമയം മാനുവൽ പോയി പ്രിയ കയറിയ ഏരിയ നോക്കുമ്പോഴാകട്ടെ ക്ലോസറ്റിന്റെ പൈപ്പ് പോകുന്ന ഭാഗത്ത് ലീക്കായ ശേഷം അവിടെയെല്ലാം തന്നെ ബ്ലഡ് പടർന്നിരിക്കുന്നതാണ് കാണുന്നത്. മാനുവൽ ഇത് ഫോട്ടോ എടുത്തുകൊണ്ടെന്ന് ജോണിനെ കാണിക്കുന്നു. നീയല്ലേ പറഞ്ഞത് ഇതെല്ലാം സക്സസ് ആയിട്ട് നടക്കുമെന്ന്, ഇപ്പൊ ലീക്കായിരിക്കുന്നു, ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വല്ല പറമ്പിലും കുഴിയെടുത്ത് മൂടാമെന്ന്. അപ്പോഴാ നിന്റെ ഒടുക്കത്തെ പ്ലാനിങ്ങുമായിട്ട് വന്നത്. മര്യാദയ്ക്ക് ഈ ജോലി പെട്ടെന്ന് തീർക്കുന്നതാ നല്ലതെന്നാണ് മാനുവൽ പറയുന്നത്. ജോൺ ബാത്റൂമിലേക്ക് കയറിപ്പോയി. ഉള്ളിലെല്ലാം തന്നെ പ്ലാസ്റ്റിക് കവറുകൾ നിരത്തിയിട്ടുണ്ട്. ഒരു ടാങ്കിനുള്ളിൽ ആസിഡും ബ്ലഡും എല്ലാം മിക്സ് ആയി കിടക്കുന്നു. അത് കുറേശ്ശായിട്ട് എടുത്ത് അയാൾ ക്ലോസറ്റിലേക്ക് ഒഴുകിയായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ആസിഡിൽ മുക്കി ഒരു ബോഡി അവർ ദ്രവിപ്പിച്ചിരിക്കുന്നു. റോയിയെ വിളിച്ച് മാനുവൽ കാര്യങ്ങൾ പറയുമ്പോൾ റോയി പറയുന്നുണ്ട് നമ്മൾ ആ പ്രിയയെ സൂക്ഷിക്കണമെന്ന്. പ്രിയയുടെ മനസ്സിൽ സംശയങ്ങൾ തീരുന്നുണ്ടായിരുന്നില്ല. അവൾ ഡയാനയ്ക്ക് മെസ്സേജ് അയക്കുന്നു. പിറ്റേന്ന് അസ്മയോടും സുലുവിനോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് പ്രിയയോട് അസ്മ പറയുന്നുണ്ട് നീ സൺഷെയ്ഡിൽ കയറി അമ്മച്ചിയെ തെരയുന്ന സമയത്ത് മാനുവൽ കറക്റ്റ് വന്നിട്ട് വീടിനുള്ളിലേക്കല്ല കയറിയത്, നേരെ വീടിന്റെ ബാക്കിൽ നീ നിൽക്കുന്ന ഭാഗത്തേക്കാ വന്നത്. അതിനർത്ഥം ആരോ അയാളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് ആരായിരിക്കും എന്നാണ് അവര് ചിന്തിക്കുന്നത്. സ്റ്റെഫി ആയിരിക്കുമോ എന്ന് അവർക്ക് ഡൗട്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പ്രിയ നേരെ സ്റ്റെഫിയോട് സംസാരിക്കുകയാണ്. താനല്ലാന്ന് സ്റ്റെഫി പറയുന്നു. അമ്മച്ചിയെ കാണാതായതിനു ശേഷം മാനുവൽ എന്നോട് മിണ്ടിയിട്ട് പോലുമില്ല. അമ്മച്ചിയെ കാണാതായതിന്റെ കാരണം ഞാനാണെന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത്. മാനുവൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പ്രിയ പറയുന്നു. സ്റ്റെഫി പറയുന്നുണ്ട് എനിക്കും ചില ഡൗട്ടുകളുണ്ട്. കാരണം ഞാൻ ഒരിക്കലും ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല. അന്ന് ആ ജ്യൂസ് കുടിച്ച ശേഷം ഞാൻ വല്ലാതെ ഉറങ്ങിപ്പോയി. അപ്പോഴാണ് അമ്മച്ചിയെ കാണാതാകുന്നതും. പിന്നീട് മാനുവൽ വന്ന് ബഹളം ഉണ്ടാക്കുന്ന കേട്ടിട്ടാ ഞാൻ ഉണർന്നത്. നീയും ആ ജ്യൂസ് കുടിച്ചതല്ലേ, നിനക്കെന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയ പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു എന്ന്. സ്റ്റെഫിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അവൾ ആ ജ്യൂസ് കുടിച്ച ശേഷം എങ്ങനെയാണ് മയങ്ങിയതെന്ന്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡയാനയുടെ റിപ്ലൈ പ്രിയയ്ക്ക് വരുന്നുണ്ട്. ഡയാന ന്യൂസിലാൻഡിൽ എത്തിയെന്ന് ചോദിക്കുമ്പോൾ എത്തിയെന്നാണ് ഡയാന പറയുന്നത്. അമ്മച്ചിയുടെ മിസ്സിംഗ് കേസിനെ പറ്റി അവൾ ചോദിക്കുമ്പോൾ അതിപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഡയാന പറയുന്നത്. അമ്മച്ചിയും മാനുവലും തമ്മിൽ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവർ തമ്മിലെല്ലാം ഓക്കെ ആണെന്ന് തന്നെയാണ് ഡയാന പറയുന്നത്. എന്താ പ്രിയ ചോദിക്കാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് ഡയാന പോയതിന്റെ അന്ന് രാത്രി ഞാൻ അമ്മച്ചിയെ നിങ്ങളുടെ വീട്ടിൽ വെച്ച് കണ്ടുവെന്ന്. അതിന് ചാൻസ് ഇല്ലാന്ന് ഡയാന പറയുന്നു. അതുകൊണ്ടാണോ പ്രിയ ഞങ്ങളുടെ വീടിന്റെ മതിൽ ചാടിയതെന്ന് ചോദിക്കുമ്പോൾ അക്കാര്യം ഡയാനെ അറിഞ്ഞോ എന്ന് ആലോചിച്ചിട്ട് അവൾ ആകെ ചമ്മി നിൽക്കുകയായിരുന്നു. എന്തെങ്കിലും അസാധാരണമായിട്ട് പ്രിയ കണ്ടോന്ന് ഡയാന ചോദിക്കുമ്പോൾ ഇല്ലാന്നാണ് അവൾ പറയുന്നത്. അത്രയും നേരം ടൈപ്പ് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ഡയാന പെട്ടെന്ന് ഒരു വോയിസ് മെസ്സേജ് ഇടുന്നു. ഞാൻ കുറച്ച് ജോലി തിരക്കില്ല, നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന്. ഇവിടെ മാനുവൽ വീണ്ടും വന്ന് ആ പൈപ്പിന്റെ അടുത്ത് നോക്കുമ്പോൾ നല്ല പോലെ ലീക്ക് ഉണ്ടായിരുന്നു. അവിടെ എല്ലാം തന്നെ രക്തക്കറ പിടിച്ചിരിക്കുന്നു. അന്ന് അർദ്ധരാത്രിയിൽ അസ്മ കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാനുവൽ ആ ഏരിയയിലെല്ലാം തന്നെ ചാക്കുകെട്ടുകൾ കൊണ്ടുവയ്ക്കുന്നത് കാണുന്നു. അവള് പെട്ടെന്ന് തന്നെ പ്രിയയെ വിളിച്ച് കാര്യം പറയുന്നു. അയാൾ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് പിന്നീട് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവര് കിടന്നുറങ്ങുന്നത്. പിറ്റേന്ന് രാവിലെ ഒരു മെസ്സേജിന്റെ സൗണ്ട് കേട്ടിട്ടാണ് മാനുവൽ എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ ഉടനെ ആ മെസ്സേജ് കണ്ട് മാനുവൽ ദേഷ്യത്തിൽ വന്ന് ജോണിനോട് പറയുന്നുണ്ട് നമ്മുടെ മുൻപിൽ ഇനി സമയമില്ലാന്ന്. അവള് ന്യൂസിലാൻഡിൽ നിന്ന് വരുന്നുണ്ട്. ഇന്ന് രാത്രി കയറുമെന്നാ പറഞ്ഞത്. നാളെ എന്തായാലും ഇവിടെ എത്തും. അതിനു മുമ്പ് കംപ്ലീറ്റ് ജോലിയും തീർത്തിരിക്കണം. അവളെ എന്തായാലും ഇനി ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ നമുക്ക്. അതിനു മുമ്പ് ഇവിടുത്തെ ജോലി മൊത്തം തീർക്കാൻ അവൻ ജോണിനോട് പറയുന്നു. ജോൺ പെട്ടെന്ന് തന്നെ തന്റെ ജോലികളെല്ലാം പൂർത്തിയാക്കി അവിടെയെല്ലാം ക്ലീൻ ആക്കാൻ ആരംഭിച്ചു. എന്നിട്ട് റൂമിലൊന്നും തന്നെ ഒരു സ്മെല്ലും വരാതിരിക്കാൻ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് പുകയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രിയയും സംഘവും ആ വീട്ടിലേക്ക് തന്നെ ദൃഷ്ടി ഉറപ്പിച്ചിരിപ്പാണ്. മാനുവൽ ഒരു അരമണിക്കൂറെങ്കിലും അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവിടേക്കൊന്ന് പോയി നോക്കാമായിരുന്നു. പൈപ്പിന്റെ അടുത്ത് ചാക്കുകെട്ടുകൾക്കിടയിൽ അയാൾ എന്താണ് മറയ്ക്കുന്നതെന്ന്. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ മാനുവൽ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് അവര് കാണുന്നു. മാനുവൽ പോയ സ്ഥിതിക്ക് വീട്ടിൽ
വീട്ടിൽ ആരും തന്നെ ഉണ്ടാകില്ല. അസ്മയും സുലുവിനെയും പ്രിയ പറഞ്ഞു വിടുകയാണ്. അസ്മയോട് പറയുകയാണ്, നീ അവിടെ പോയി ചുമ്മാ ബെല്ലടിക്കുന്ന പോലെ കാണിച്ചുകൊണ്ട് നിൽക്കണം. ആ നേരം കൊണ്ട് സുലു ബാക്കിൽ ആ പൈപ്പിന്റെ അടുത്ത് എന്താണെന്ന് കണ്ടെത്തും. അങ്ങനെ അസ്മ ബെല്ലടിക്കുന്ന പോലെ കാണിക്കുന്നതിന് പകരം അവിടെ ബെല്ലടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവള് വിചാരിച്ചിരുന്നത് അകത്ത് ആരുമില്ല എന്നാണ്. എന്നാൽ ജോൺ അതിനുള്ളിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. സുലു ബാക്കിൽ പോയി നോക്കുമ്പോഴാകട്ടെ പൈപ്പിന്റെ അടുത്ത് കുറച്ച് ഭാഗത്ത് പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. അവിടെ ചെറുതായിട്ടൊന്ന് ചുരണ്ടി നോക്കാൻ പ്രിയ അവളോട് പറയുന്നു. ഉള്ളിൽ നിന്ന് ജോൺ ഇതെല്ലാം കണ്ടിട്ട് ആകെ ടെൻഷനായി. അവൻ പെട്ടെന്ന് തന്നെ മാനുവലിനെ വിളിച്ചു പറയുന്നുണ്ട്, ആ 2 പെണ്ണുങ്ങളും ഇവിടെ വന്ന് നിൽപ്പുണ്ടെന്ന്. ഇതുങ്ങളെല്ലാം കൂടി എന്റെ വീട്ടിലോട്ട് എന്തിനാ വരുന്നെന്ന് പറഞ്ഞിട്ട് മാനുവൽ ആകെ കലിപ്പിലായിരുന്നു. സുലു നന്നായിട്ട് ചുരണ്ടുന്നതിന് മുൻപ് തന്നെ ജോൺ വാതിൽ തുറക്കുന്നു. ജോണിനെ കണ്ടതും അസ്മ പേടിച്ചു. ആരാ എന്താന്നൊക്കെ ചോദിക്കുമ്പോ ഒന്നുമില്ല, ഞങ്ങള് വെറുതെ വന്നാന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് തടി തപ്പി. കറക്റ്റ് ആ സമയത്ത് തന്നെ പ്രിയയ്ക്ക് കോള് വരുന്നു. ആന്റണി അവളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മാനുവൽ തന്നെ വിളിച്ചു എന്നും അമ്മച്ചിയെ കിട്ടിയെന്നും. അത് കേട്ടതും പ്രിയ ഷോക്കായി. നാഗമ്പടം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കുരിശുപള്ളിയുടെ അടുത്ത് നിന്നാണ് അമ്മച്ചിയെ കണ്ടെത്തിയത്. അവിടെയുള്ള ഒരാള് അടുത്തുള്ള ഓർഫനേജിലാക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ മാനുവലിന്റെ അമ്മച്ചിയെ പോലീസ് ജീപ്പിൽ അവിടേക്ക് കൊണ്ടുവന്നു. അസ്മയും സുലു ആകട്ടെ പ്രിയയെ നോക്കുന്നുണ്ട്. ഇത്രയും ദിവസവും പ്രിയയുടെ സംശയം അമ്മച്ചിയെ മാനുവൽ എന്തെങ്കിലും ചെയ്തു എന്നതായിരുന്നു. അമ്മച്ചി ദേ ഇപ്പൊ മുൻപിൽ ജീവനോടെ നിൽക്കുന്നു. ഇതെല്ലാം വെറുതെ തോന്നലായിരിക്കുമെന്നും ഇനിയിപ്പോ ഇതിന്റെ പുറകെ പോകണ്ടെന്നും സുലു പ്രിയയോട് പറയുന്നു. ഞങ്ങൾ ഇനി അമ്മച്ചിയും കൊണ്ട് തിരിച്ച് തറവാട്ടിലേക്ക് പോവുകയാണെന്നാണ് മാനുവൽ പറയുന്നത്. സ്റ്റെഫി മാനുവലിനെ വിളിച്ചിട്ട് സംസാരിക്കുന്നു. അന്ന് അമ്മച്ചി തന്റെ അശ്രദ്ധം മൂലമാണല്ലോ കാണാതായതെന്ന് പറഞ്ഞിട്ട് അവൾ കുറെ സോറിയൊക്കെ പറയുന്നു. എന്നാൽ സ്റ്റെഫിയോട് മാനുവൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പ്രിയ ആകട്ടെ അമ്മച്ചിയുടെ അടുത്തേക്ക് പോവുകയാണ്. മാനുവൽ ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പ്രിയ പലതവണ അവരോട് ചോദിക്കുന്നുണ്ട്, അമ്മച്ചി 3-4 ദിവസം എവിടെയായിരുന്നു എന്ന്. അമ്മച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്നോട് തുറന്നു പറയാന്ന്. വേറെ ആരും കേൾക്കില്ലാന്നും ഇപ്പൊ നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയ അവരെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് മാനുവൽ വന്ന് അവളോട് പറയുന്നുണ്ട് ആന്റണി പ്രിയെ വിളിക്കുന്നുവെന്ന്. അതേസമയം മുകളിൽ റോയും ജോണും ചേർന്നിട്ട് സാധനങ്ങളെല്ലാം തന്നെ മാറ്റുകയായിരുന്നു. പ്രിയ വീണ്ടും ആകെ ഡൗട്ടായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നേരം ഡയാനയ്ക്ക് മെസ്സേജ് ചെയ്യുന്നു. എനിക്ക് ഡയാനയെ ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ പ്രിയ അയക്കുന്ന ആ മെസ്സേജ് വായിക്കുന്നത് ഡയാനയായിരുന്നില്ല, മാനുവൽ ആയിരുന്നു. മാനുവലിന്റെ കയ്യിലിരിക്കുന്നത് ഡയാനയുടെ ഫോണാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം അവിടെ അപകടത്തിലായിരിക്കുന്നത് അമ്മച്ചിയായിരുന്നില്ല, ഡയാനയായിരുന്നു. അന്ന് രാത്രി തന്നെ അവരവിടെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് ചാക്കുകളെല്ലാം തന്നെ വണ്ടിയിൽ കയറ്റി അവിടെ നിന്നും മാറ്റുന്നു. ആന്റണിക്ക് പിറ്റേന്നാകട്ടെ ഒരു ക്ലൈന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു എറണാകുളത്ത് വെച്ച്. അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ആന്റണി. പ്രിയയ്ക്കും പിറ്റേന്ന് ഇന്റർവ്യൂ ഉണ്ട്. മാനേജർ റൗണ്ട് ഇന്റർവ്യൂ അവൾക്ക് 3 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. രാത്രി മുഴുവൻ ഡയാനയുടെ മെസ്സേജിന് വേണ്ടി പ്രിയ വെയിറ്റ് ചെയ്തെങ്കിലും ഒരു മെസ്സേജ് പോലും തിരികെ വന്നില്ല. പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് മാനുവല് അമ്മച്ചിയും കൂട്ടി തറവാട്ട് വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിറങ്ങി. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് സ്റ്റെഫിയും കൂട്ടി പ്രിയയും ഇറങ്ങി. എന്നാൽ പോകുന്ന വഴിയിലാകട്ടെ പ്രിയ തന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ എന്തോ കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇന്റർവ്യൂവിന് ആ ഓഫീസിലെത്തിയപ്പോഴും പ്രിയ ഡയാനയെ കോൾ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അവളുടെ വാട്സ്ആപ്പ് കോളുകൾ ഒന്നും തന്നെ ഡയാന അറ്റൻഡ് ചെയ്യുന്നില്ല. അവസാനം അവൾ ഇന്റർനാഷണൽ കോൾ ചെയ്യാനുള്ള ഓഫർ ചെയ്ത ശേഷം വിളിച്ചപ്പോൾ താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. മലയാളത്തിൽ പറയുന്ന കേട്ട് പ്രിയ ആകെ ഷോക്കായി. ഡയാന ന്യൂസിലാൻഡിൽ എത്തിയെന്ന് പറഞ്ഞിട്ടാണ് അവൾക്ക് മെസ്സേജ് വന്നത്. പക്ഷെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത് മലയാളത്തിലാണ്. അതിനർത്ഥം ഡയാന ന്യൂസിലാൻഡിലേക്ക് പോയിട്ടില്ല. പ്രിയയുടെ സംശയങ്ങൾ കൂടാൻ തുടങ്ങി. ഈ കാര്യം സ്റ്റെഫിയോടും പറയുന്നു. അതേസമയം ഇവിടെ വണ്ടിയിലിരുന്ന മാനുവൽ ആകട്ടെ സ്പ്രേ ഉപയോഗിച്ച് ഒരാളെ എങ്ങനെ ബോധം കെടുത്താമെന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. പ്രിയ ഡയാനയുടെ ഇൻസ്റ്റഗ്രാമിലെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ അവളുടെ പ്രൊഫൈൽ പിക്കിൽ മറ്റൊരു പെൺകുട്ടിയെ കൂടെ കാണുന്നുണ്ട്. ഡയാനയുടെ ഫോട്ടോ എടുത്ത് കൊടുത്തിരിക്കുന്നത് മറ്റൊരു പെൺകുട്ടിയാണ്. അവരുടെ വെഡിങ് കമ്പനിയുടെ ആ ഒരു പ്രൊഫൈലും കൂടെ കയറി നോക്കി കഴിയുമ്പോൾ അവൾക്ക് മനസ്സിലാകുന്നുണ്ട് ഡയാനയ്ക്ക് ഒരു പാർട്ണർ കൂടി ഉണ്ടെന്ന്. അതിഥി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അവരുടെ ഫോട്ടോസ് എല്ലാം ചെക്ക് ചെയ്യുന്നതിലൂടെ ഇവർ രണ്ടുപേരും ഒരു ലെസ്ബിയൻ കപ്പിളാണെന്ന് അവൾക്ക് മനസ്സിലായി. മാത്രമല്ല അവരുടെ കൂടെ ഒരു കൊച്ചു പെൺകുട്ടിയുമായിട്ടുള്ള ഒരു വീഡിയോയും കൂടി അവൾ കാണുന്നു. പ്രിയ ഫോട്ടോയിൽ നോക്കിക്കൊണ്ടിരുന്ന അതേ അതിഥി തന്നെയാണ് ഇപ്പോൾ എയർപോർട്ടിൽ വന്നിറങ്ങുന്നതും. മാനുവല് അതിഥിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്റെ കാർ ഒരിടത്ത് ബ്രേക്ക് ഡൗൺ ആയി, അവിടെ നിന്ന് ഒരു ഊബർ എടുത്ത് ഈ ലൊക്കേഷനിലേക്ക് വരാൻ. അതിഥി അവിടെ എത്തിക്കഴിയുമ്പോൾ അവനോട് ചോദിക്കുന്നു ഡയാന വന്നില്ലേ എന്ന്. നമ്മൾ ഡയാനയുടെ അടുത്താണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അതിഥിയെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഇവിടെ പ്രിയ ആകട്ടെ ഇൻസ്റ്റഗ്രാമിൽ അതിഥിക്ക് മെസ്സേജ് അയക്കുന്നു. എന്റെ പേര് പ്രിയ എന്നാണ്, ഞാൻ ഡയാനയുടെ ഫ്രണ്ടാണ്, ഡയാന ന്യൂസിലാൻഡിൽ എത്തിയോന്നും ചോദിക്കുന്നു. മാനുവല് അതിഥിയോട് ചോദിക്കുന്നുണ്ട് അതിഥി എന്തിനാ ഇത്ര ധൃതി പിടിച്ച് ഇങ്ങോട്ട് വന്നതെന്ന്. ഡയാന കുറച്ചു നാള് അമ്മച്ചിയുടെ കൂടെ നിന്നിട്ട് അങ്ങ് തിരിച്ചു വരില്ലായിരുന്നു എന്ന്. എന്നാൽ അതിഥി പറയുന്നു ഡയാന എന്നോട് പറഞ്ഞത് അങ്ങനെയല്ല, ഇനി അവൾ ഒരിക്കലും തിരിച്ചു വരില്ല എന്നും ഇവിടെ തന്നെ അമ്മച്ചിയുടെ നിൽക്കുവാണെന്നുമാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരുമിച്ചൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇന്നായിരുന്നു ആ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. പെട്ടെന്ന് അവൾ എന്തുകൊണ്ടാണ് മനസ്സ് മാറ്റിയതെന്നും എനിക്കറിയില്ല. ഇതെല്ലാം കേട്ട് മാനുവല് പറയുന്നുണ്ട് ഡയാനയ്ക്ക് അതിഥിയെ കാണാൻ ഒരു താല്പര്യമില്ലാന്ന് എന്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് വന്നതല്ലേ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഡയാനയുടെ അടുത്തേക്ക് അതിഥിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തീരുമാനിച്ചു വെച്ചതാണ്. പെട്ടെന്ന് അവൾ ഇതിൽ നിന്ന് പിന്മാറാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ല. നേരിൽ കണ്ട് എന്തായാലും എനിക്ക് ഡയാനോട് സംസാരിക്കണമെന്നാണ് അതിഥി പറയുന്നത്. അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മാനുവലിനെ റോയി എങ്കിൽ വിളിക്കുന്നു. ഈ സൈഡിലാക്കി പുറത്തിറങ്ങിപ്പോയി എന്നാണ് മാനുവൽ സംസാരിക്കുന്നത്. മാനുവൽ റോയോട് പറയുന്നുണ്ട് അവളൊരു കാരണവശാലും തിരിച്ചു പോകുന്ന മട്ടില്ല, അവള് ഡയാനെ കാണണമെന്ന് പറഞ്ഞ് ഒറ്റ വാശിയിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് കാറിലിരുന്ന അതിഥിയുടെ ഫോണിലേക്ക് പ്രിയയുടെ മെസ്സേജ് വന്നത്. അതിഥി റിപ്ലൈ ചെയ്യുന്നുണ്ട് ഡയാന കേരളത്തിലല്ലേ, ഞാനിപ്പോ ഡയാനെ കാണാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണെന്ന്. മാനുവലിന്റെ കൂടെ ഞാൻ ഡയാനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് കേട്ടതും പ്രിയ അവളോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ ഒന്ന് വിളിച്ചോട്ടെ എന്ന്.
അതിഥിയോട് സംസാരിക്കുമ്പോഴാണ് പ്രിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. മാനുവൽ അതിഥിയോട് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഫാമിലി ബേക്കറിയിൽ വെച്ചിട്ട് ഡയാനയെ കാണാമെന്നാണ്. എന്നാൽ പ്രിയ പറയുന്നു, ഡയാനയ്ക്ക് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ അവൾ ന്യൂസിലാൻഡിൽ എത്തിയെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് റിപ്ലൈ തന്നതെന്ന്. ഇത് കേട്ട് അതിഥി പറയുന്നുണ്ട് അവൾ ഫ്ലൈറ്റിൽ കയറിയില്ലാന്ന്. എയർപോർട്ട് വരെ അവൾ എത്തിയതാ. ആ സമയത്ത് അമ്മച്ചി തിരിച്ചു വന്നുവെന്നും തീരെ വയ്യാന്നും അവളെ കാണണമെന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ സെൻഡ് ചെയ്തിരുന്നു. അത് കണ്ടിട്ടാണ് അവൾ തിരിച്ചു പോയത്. ആ വീഡിയോ അവൾ എനിക്കും അയച്ചിരുന്നു. അതിഥി ആ വീഡിയോ കാണാൻ വേണ്ടിട്ട് പ്രിയയ്ക്ക് അയച്ചു കൊടുക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അവളെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അകത്തേക്ക് കയറിയെങ്കിലും ആ വീഡിയോ അവിടെ ഇരുന്നു കൊണ്ട് അവൾ ഓപ്പൺ ചെയ്ത് നോക്കിയാണ്. ഡയാന ഇവിടെ നിന്നും പോയതിന്റെ അന്ന് രാത്രിയിൽ തന്നെയാണ് പ്രിയ അവിടെ വെച്ച് അമ്മച്ചിയെ കണ്ടതും. എന്നാൽ എല്ലാവരോടും മാനുവൽ പറഞ്ഞത് അമ്മച്ചി തിരിച്ചു വന്നിട്ടില്ല എന്നാണ്. കറക്റ്റ് ആ ദിവസം തന്നെ അമ്മച്ചി തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് ഡയാനെ അവർ തിരിച്ചു വിളിപ്പിച്ചിരിക്കുന്നു. പ്രിയയ്ക്ക് ആകെ വട്ടെടുക്കുന്ന അവസ്ഥയെ അവൾ ആ ഇന്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാൻ നിൽക്കാതെ പെട്ടെന്ന് ഓടിപ്പോയി കാറിൽ കയറി. അതേസമയം ഇവിടെ റോയി ആകട്ടെ മാനുവലിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നില്ലേ. ഇവളെ എന്ത് വേണമെന്ന് മാനുവൽ റോയിയോട് ചോദിക്കുമ്പോൾ റോയി ആകട്ടെ ഫോൺ കൊടുക്കുന്നത് അമ്മച്ചിയുടെ കയ്യിലേക്കായിരുന്നു. ഇവിടെയാണ് ഈ മൂവിയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. യഥാർത്ഥ വില്ലൻ മറ്റാരുമായിരുന്നില്ല, ഈ അമ്മച്ചി തന്നെയാണ്. അവൾക്ക് ഡയാനെ കാണണമെന്നല്ലേ പറഞ്ഞത്. അവളെയും നീ ഡയാനയുടെ അടുത്തേക്ക് എത്തിച്ചേക്കാനാണ് അമ്മച്ചി അവനോട് പറയുന്നത്. മാനുവൽ വന്ന് കാറിലേക്ക് കയറി നമുക്ക് പോകാമെന്ന് പറയുന്നു. കറക്റ്റ് ആ സമയത്ത് തന്നെയാണ് പ്രിയയുടെ മെസ്സേജ് അവൾക്ക് വരുന്നത്. താൻ ഡേഞ്ചറിലാണെന്നും മാനുവലിന്റെ അടുത്ത് നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുമാണ് പ്രിയ മെസ്സേജ് ഇടുന്നത്. അവൾ ആ മെസ്സേജ് കണ്ട് ഞെട്ടിത്തരിച്ച് മാനുവലിനെ നോക്കിയപ്പോഴേക്കും അവൻ അവളെ ബോധം കെടുത്തിയിരുന്നു. ഫാമിലി ബേക്കറി വെച്ചിട്ടല്ലേ അവർ കാണാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയ നേരെ പോകുന്നത് അവരുടെ ടൗണിലെ ബേക്കറിയിലേക്കാണ്. അവിടെ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും മാനുവലിനെയും അതിഥി അവൾക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് അവരുടെ പുതിയൊരു ഔട്ട്ലെറ്റ് ഇവിടെ നിന്നും കുറച്ചു ദൂരം മാറി എവിടെയോ ഓപ്പൺ ചെയ്യുന്നുണ്ടെന്ന്. പ്രിയ നേരെ പോകുന്നത് അവിടേക്കാണ്. അവൾ അവിടെ എത്തിയതും അവളുടെ ഫ്രണ്ട് ആകട്ടെ പ്രിയയെ കോൾ ചെയ്യുന്നു. പ്രിയ നേരത്തെ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് അവരുടെ കയ്യിൽ കൊടുത്തിരുന്നത് മാനുവലിന്റെ വീട്ടിൽ നിന്നും ചുരണ്ടിയെടുത്ത ആ സാമ്പിൾസ് ആയിരുന്നു. മാനുവൽ കാണാതെ രാവിലെ തന്നെ അവൾ അത് പോയി എടുത്തിട്ടുണ്ടായിരുന്നു. അവൾ കൊടുത്ത സാമ്പിളില് ആസിഡും ഹ്യൂമൻ ബോൺ സെൽസും ഉണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇതോടുകൂടി അവൾക്ക് ഉറപ്പായി അവർ കൊന്നത് ഡയാനയാണ്. അതിഥിയും അവർ കൊല്ലാൻ തന്നെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രിയ പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്ത വിവരങ്ങൾ പറഞ്ഞ ശേഷം അകത്തേക്ക് കയറി. അവൾ നോക്കുമ്പോൾ അതിഥിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവർ. അവളുടെ കാല് തട്ടി എന്തോ വീണ സൗണ്ട് കേട്ടിട്ട് മാനുവൽ പുറത്തേക്ക് ഓടി വരുമ്പോഴേക്കും പ്രിയ പെട്ടെന്നോടി കാറിലേക്ക് കയറി. എന്നാൽ അവളെ കാർ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകാൻ സമ്മതിക്കാതെ അവനാകട്ടെ ആ കാറിന്റെ ചില്ലടിച്ച് തകർക്കുന്നു. വേറെ നിവൃത്തിയില്ലാതെ പ്രിയ അവനെയും കൊണ്ട് ബേക്കറിയിലേക്ക് ആ കാർ ഇടിച്ചു കയറ്റുന്നു. അവിടുത്തെ ഭിത്തിയെല്ലാം തകർന്നിട്ട് റോയിയും ജോണും പലയിടത്തായിട്ട് വീണുകിടക്കുകയാണ്. അതിന്റെ ഉള്ളിൽ നിന്നും അവൾ അതിഥിയെ രക്ഷിച്ചെടുത്തു. അതേസമയം മാനുവലിന്റെ ഫോണിലേക്ക് അമ്മച്ചിയുടെ കോള് വരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എല്ലാം ഓക്കെ അല്ല എന്നാണ് ചോദിക്കുന്നത്. പ്രിയ കോൾ എടുത്തിട്ട് പറയുന്നുണ്ട് അത്ര ഓക്കെ അല്ല എന്ന്. ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അയൽവാസി പ്രിയയാണെന്ന് അവള് പറയുന്നു. ഇനി അമ്മച്ചി എന്തായാലും മറക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും പറഞ്ഞ് കോളും കട്ട് ചെയ്ത് മാനുവലിന്റെ തലയ്ക്ക് അവിടെ ഉണ്ടായിരുന്നൊരു വടിയെടുത്ത് ഒരു അടിയും കൊടുത്തിട്ടാണ് പ്രിയ അവിടെ നിന്നും ഇറങ്ങുന്നത്. പിന്നീട് കാണിക്കുന്നത് അവരുടെ വീട്ടിലേക്ക് പോലീസുകാർ വരുന്നതും ഇവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നതുമാണ്. അതിനുശേഷം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഡയാനയും അതിഥിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എല്ലാം തന്നെ കുടുംബത്തിലെ പലർക്കും അറിയാമായിരുന്നു. അവരൊരു കുട്ടിയും കൂടി ദത്തെടുത്ത് അവിടെ തന്നെ താമസിക്കാൻ പോകുന്നത് ഇനിയിപ്പോ നാട്ടുകാരും അറിയും. നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇവരുടെ കുടുംബത്തിന് നാണക്കേടാ. അതുകൊണ്ട് ഇവരുടെ പ്ലാനിംഗ് ആയിരുന്നു ഡയാനയെ എങ്ങനെയെങ്കിലും കൊല്ലുക എന്നത്. പ്രിയ സംശയിച്ചതുപോലെ അന്ന് കുക്കർ ഓഫ് ചെയ്തതും ഇവര് തന്നെയായിരുന്നു. മാത്രമല്ല കറിവേപ്പ് വെട്ടിക്കളയാൻ അവനോട് ആവശ്യപ്പെട്ടത് ഇവര് തന്നെയാണ്. പ്രിയ ഇടയ്ക്കിടയ്ക്ക് ആ സൈഡിലേക്ക് വരുന്നത് ഒഴിവാക്കാനായിരുന്നു അത്. അന്ന് മാനുവല് പ്രിയയുടെ വീട്ടിൽ ഫംഗ്ഷന് പോകുന്നതിന് മുമ്പ് ആ അയൺ ബോക്സ് അവിടെ ഓണാക്കി വെച്ച ശേഷം അമ്മച്ചിയെ മറ്റൊരു വാതിലിലൂടെ പുറത്തേക്ക് പറഞ്ഞയച്ചിരുന്നു. അന്ന് ആ ജ്യൂസ് കുടിച്ചിട്ട് പ്രിയക്കൊന്നും സംഭവിക്കാതിരുന്നതിന് ഒരു കാരണമുണ്ട്. ആ ഗുളിക പൊടിച്ചിട്ട് മാനുവല് അമ്മച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അമ്മച്ചി ജ്യൂസ് കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റെഫി അവനെ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവരവിടെ വെച്ചിരുന്ന ഗ്ലാസ്സിലേക്ക് മാത്രം ആ പൊടിയിടുന്നു. തിരിച്ചു വന്ന സ്റ്റെഫി ആകട്ടെ അമ്മച്ചിയെ ജ്യൂസ് കുടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ജ്യൂസാണ് എടുത്ത് കുടിക്കുന്നത്. അല്ലാതെ ജഗ്ഗിലിരുന്ന ജ്യൂസിൽ അവർ ഗുളിക കലർത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സ്റ്റെഫി മാത്രം മയങ്ങിപ്പോയത്. അവള് മയങ്ങിന്ന് മനസ്സിലായതും അവരാകട്ടെ വാതിൽ തുറന്ന് ആ റബ്ബറും തോട്ടത്തിലൂടെ നടക്കാൻ ആരംഭിച്ചു. അവരങ്ങനെ പകൽ സമയത്ത് ഇറങ്ങിപ്പോകുന്നത് ആരെങ്കിലും കാണുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ വീട്ടിലേക്ക് വന്ന സമയത്ത് തന്നെ മാനുവൽ അവിടെ എല്ലാം തന്നെ കമ്പുകൾ വെച്ച് നോക്കിയത്. ഓരോ വീട്ടിൽ നിന്നും ആ ഒരു പറമ്പിലേക്ക് എത്രത്തോളം വിഷൻ വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി. പറമ്പിലൂടെ ആരും കാണാതെ പുറത്തിറങ്ങിയവരാകട്ടെ നേരെ പോയി കയറുന്നത് റോയിയുടെ കാറിലേക്കാണ്. ഡയാനെ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഈ കളികളെല്ലാം തന്നെ. അമ്മച്ചി മിസ്സായ കാര്യം അറിഞ്ഞിട്ട് ഡയാന വന്നു. പിറ്റേന്ന് അവൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഡയാനയുടെ ഫോണിലേക്ക് അമ്മച്ചിയുടെ വീഡിയോ മെസ്സേജ് വരുന്നുണ്ട്. എനിക്ക് തീരെ സുഖമില്ലാന്നും നിന്നെ കാണണമെന്നും പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് അവൾ തിരിച്ചു വന്നത്. എന്നാൽ അവിടെ വന്നപ്പോൾ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവളെ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പ്ലാനിങ് മാത്രമായിരുന്നു അത്. അവിടെ വെച്ച് അവളെ അവർ ബോധം കെടുത്തുന്നു. അതിനുശേഷം തിരിഞ്ഞു നിൽക്കുന്ന അമ്മച്ചിയാണ് അന്ന് രാത്രി പ്രിയ കണ്ടതും. ഡയാന പോയതിന്റെ അന്ന് രാത്രി തന്നെ ഡയാനയും തിരിച്ചു വന്നിരുന്നു. മിസ്സിംഗ് ആയ അമ്മച്ചിയും തിരിച്ചു വന്നിരുന്നു. ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അവിടുത്തെ നാട്ടുകാരെല്ലാം തന്നെ ശരിക്കും ഞെട്ടി. പ്രിയ ഒറ്റ ഒരാളുടെ നീക്കങ്ങൾ കൊണ്ട് മാത്രമാണ് അതിഥിയെങ്കിലും ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. തന്റെ മകൾ ഒരു ലെസ്ബിയൻ റിലേഷൻഷിപ്പിലേക്ക് കടന്നതിലുള്ള ദേഷ്യം കൊണ്ടാണ് ഇവരിതെല്ലാം ചെയ്തു കൂട്ടിയത്. ഡയാനെ അന്വേഷിച്ച് അതിഥി ഇവിടേക്ക് വരുമെന്ന് ഒരിക്കലും മാനുവൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളിങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഡയാനയുടെ ഫോണിൽ നിന്ന് അതിഥിക്ക് അവൻ തന്നെ മെസ്സേജ് അയച്ചത്. താൻ ഈ റിലേഷൻഷിപ്പ് നിർത്തുകയാണെന്നും ഇനി അങ്ങോട്ട് വരുന്നില്ല
എന്നും ഇവിടെ അമ്മച്ചിലൂടെ താമസിക്കുകയാണെന്നും. എന്നാൽ അതിഥി ഡയാനെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നതോടുകൂടി അവന് പുതിയ പദ്ധതി ഇടേണ്ടി വന്നു. അവസാനം അതെല്ലാം തന്നെ പാളുകയും ചെയ്തു. ഇനിയാണ് ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കൂടി കാണിക്കുന്നത്. ഇവർ ഈ പ്ലാനിങ് എല്ലാം തന്നെ ഒരിടത്ത് കാറ് നിർത്തിയിട്ടായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. അമ്മച്ചി പറയുന്നുണ്ട് തനിക്ക് അൾഷിമേഴ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവൾ വരില്ല എന്ന്. ഞാൻ ചത്തെന്നറിഞ്ഞാൽ മാത്രമേ അവൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉള്ളൂ. എന്നാ പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം എല്ലാം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ ബാക്കിലുണ്ടായിരുന്ന ഒരു നീല വണ്ടിയിൽ കാർ ഇടിക്കുന്നു. ഈ സൗണ്ട് കേട്ട് അവിടെ ഉള്ളിൽ നിന്നിരുന്ന പ്രിയയാകട്ടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. മൂവിയുടെ തുടക്കത്തിൽ അവളുടെ കാറിൽ ഇടിച്ചിട്ട് പോയത് ഇവരുടെ കാറായിരുന്നു എന്നതാണ് ഈ ഒരു സീനിലൂടെ കാണിക്കുന്നത്. അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രിയയുമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ ഓൾറെഡി തുടങ്ങിയിരുന്നു. അത്രയും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.